अरे भाई, गंगा में डुबकी लेने से गरीबी दूर होती क्या? आपको खाना मिलता पेट को। मैं किसी की आस्था के ऊपर ठोस नहीं लगाना चाहता हूं। अगर किसी को दुख हुआ तो मैं माफी चाहता हूं, लेकिन आप बताइए, अरे जब बच्चा भूखा मर रहा है, बच्चा स्कूल में नहीं जा रहा है, मजदूरों को मजदूरी नहीं मिल रही है, जब ये है तो ये लोग जाकर हजारों रुपए खर्च करके कंपटीशन पे डुबकियां मार रहे। कंपटीशन में एक डुबकी मारता दूसरा, और जब तक वो टीवी में अच्छा नहीं आता तब तक डुबकी मारते रहते। ऐसे लोगों से देश की भलाई होने वाले नहीं है। നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആർക്ക് വേണ്ടിയാണ് കുഴലൂതുന്നത്? കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ മോവിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച റാലിയെ അഭിസംബോധന ചെയ്യവേ കുംഭമേളയെ ഖാർഗെ അധിക്ഷേപിച്ചു. ഗംഗാസ്നാനം രാജ്യത്തെ പട്ടിണി മാറ്റില്ലെന്നും തൊഴിൽ കൊണ്ടുവരില്ലെന്നുമായിരുന്നു ഖാർഗെയുടെ പരാമർശം. 100 ജന്മം ജനിച്ചാലും സ്വർഗത്തിൽ പോകാനാവാത്ത പാപങ്ങളാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ചെയ്തതെന്നും ജനങ്ങളുടെ ശാപമേറ്റ ഇരുവർക്കും നരകമേ ലഭിക്കൂ എന്നുമായിരുന്നു ഖാർഗെയുടെ പ്രസംഗം. ജനഡിബേറ്റ് പരിശോധിക്കുന്നു. ഖാർഗെയുടെ വിറളി ആരോട്? BJP വക്താവ് യുവരാജ് ഗോകുൽ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, കലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും പ്രൊഫസറായി വിരമിച്ച ഡോക്ടർ MV നടേശൻ, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷ ശ്രീമതി നുസ്രത് ജഹാൻ എന്നിവർ ചേരുന്നു അതിഥികളായി. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് സേനാപതി വേണു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുടുംബസമേതം കുംഭമേളയ്ക്കെത്തി ഗംഗാസ്നാനം ചെയ്തതാണ് മല്ലികാർജുൻ ഖാർഗെയെ പ്രകോപിപ്പിച്ചത് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. നോക്കൂ, ലോകം പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തുമ്പോൾ മഹാകുംഭമേളയുടെ പ്രസക്തി ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ജാതിമത വർഗവർണ്ണങ്ങൾക്ക് അതീതമായി 45-നും 50 കോടിക്കുമിടയിൽ ജനങ്ങൾ ഈ അത്ഭുത സംഗമത്തിൻ്റെ ഭാഗമാകാൻ വെമ്പി നിൽക്കുമ്പോൾ ഭാരതത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷൻ ത്രിവേണി സംഗമത്തിൻ്റെ പവിത്രതയെ വെല്ലുവിളിക്കുന്നത് നൽകുന്ന സന്ദേശം എന്താണ്? നമ്പ്യാർ, ഇത് വളരെ അധികം ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നു. അതാണ് ഒന്ന്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ കുംഭമേളയെയോ കുംഭമേളയിൽ പങ്കെടുക്കുന്ന ജനങ്ങളെയോ കുംഭമേളയുടെ പവിത്രതയോ ഇതിനെയൊന്നും അദ്ദേഹം ചോദ്യം ചെയ്തിട്ടില്ല. അദ്ദേഹം ചോദ്യം ചെയ്തിരിക്കുന്നത് ഭരിക്കുന്ന ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിന്റെ നേതാക്കന്മാരെയാണ്. കുംഭമേളയെ പോലും രാഷ്ട്രീയവൽക്കരിക്കുകയും, ഇപ്പൊ ഇന്ത്യയിൽ കുംഭമേള നമുക്കറിയാം, ഇപ്പം മഹാകുംഭമേള, ഇപ്പം പൂർണ്ണ കുംഭമേള, അത് ഇപ്പം 144 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് 12 വർഷത്തിലെ കുംഭമേളയുണ്ട്. എന്താ പറഞ്ഞ അർദ്ധകുംഭം, പൂർണ്ണകുംഭം, മഹാകുംഭം, സാധാരണ കുംഭം. അതായത് 3 വർഷം നടക്കുന്നത് അർദ്ധകുംഭം 6 വർഷത്തില്, പൂർണ്ണകുംഭം 12 വർഷത്തില്, അല്ലെങ്കിൽ ഒരു വ്യാഴവട്ടത്തിന് ശേഷം, അല്ലെങ്കിൽ മഹാകുംഭം 140 വർഷത്തിന് ശേഷം നടക്കുന്നു. ഇപ്പൊ ഏതായാലും 140 വർഷത്തിന് ശേഷം നടക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഉണ്ടായിട്ടില്ല. അത് ആദ്യത്തെ സംഭവമാണ്, നമ്മൾ അല്ലെങ്കിൽ വായിക്കുന്നതാണ്. അപ്പൊ ഇത് സഹസ്രാബ്ദങ്ങളായോ യുഗങ്ങളായോ രാജ്യത്ത് നടന്നു വരുന്ന ഒരു കാര്യമാണ്. അത് BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഇനി നാളെ മറ്റാരെങ്കിലും ഭരണരംഗത്ത് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇത് നടക്കും. ഇവിടെ ഇതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുകയും ഇതൊക്കെ എന്താ പറഞ്ഞ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ഷേപം. ഇവിടെ ഇന്ത്യയിൽ എത്രയോ ആഭ്യന്തരമന്ത്രിമാർ ഇതിനു മുമ്പുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ എത്രയോ ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു, എത്രയോ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു, ഉത്തർപ്രദേശിൽ എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. ആരെങ്കിലും പ്രയാഗ്ഗഞ്ചിൽ കുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ മുങ്ങി കുളിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ ഒന്നും ഒരു തടസ്സവും ഉണ്ടായില്ല. ഇതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുകയും ആ രാഷ്ട്രീയവൽക്കരണത്തോടൊപ്പം ഇപ്പോൾ ഭരിക്കുന്നവർ എടുക്കുന്ന നിലപാടിനെതിരെയുള്ള വിമർശനമാണ്. ഈ വിമർശനം ഇത് അമിത്ഷായെ വിമർശിച്ചിരിക്കുന്നു, ഇത് നരേന്ദ്രമോദിയെ വിമർശിച്ചിരിക്കുന്നു, ഇത് BJP യെ വിമർശിച്ചിരിക്കുന്നു. അതുകൊണ്ട് BJP യെ വിമർശിച്ചു കഴിഞ്ഞാൽ കുംഭമേളയെ വിമർശിക്കുന്നു,
അമിത്ഷായെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് കുംഭമേളയിൽ സ്നാനം ചെയ്യുന്നതിനെ വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിലെ സേനാപതി വേണു, ഗംഗാ സ്നാനം ചെയ്ത പട്ടിണി മാറുമോ എന്നാണല്ലോ അദ്ദേഹത്തിന്റെ ചോദ്യം അല്ലെ? താങ്കൾ ഹിന്ദി അറിയാലോ അല്ലെ? അത് ആരോടാണ് ചോദിക്കുന്നത്? അല്ല, ഞാൻ ഒറ്റക്കാരെ ചോദിച്ചോട്ടെ. താങ്കൾ പറയുന്നു ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന്. ഹജ്ജിന് പോകുന്നവരെ കളിയാക്കാൻ ഈ ഖാർഗെയുടെ നാക്ക് പൊങ്ങുവോ? അദ്ദേഹം ചോദിക്കുക, ഹജ്ജിന് പോയി കഴിഞ്ഞാൽ വല്ലതും കിട്ടുമെന്ന് ചോദിക്കുമോ അദ്ദേഹം? അല്ല, ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അതിന് പോയാൽ അതും സ്വാഭാവികമായിട്ടും അവർ രാഷ്ട്രീയക്കാരാവുമ്പോൾ രാഷ്ട്രീയക്കാരെ വിമർശിക്കും. അതിന് മതത്തിന്റെ ഒരു ചട്ടക്കൂടല്ലല്ലോ. ഇവിടെ രാഷ്ട്രീയ നേതാവിനെയാണ് വിമർശിക്കുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയാണ് വിമർശിച്ചത്. അതല്ലാതെ അദ്ദേഹത്തിന്റെ ജാതിയോ അദ്ദേഹത്തിന്റെ മതമോ അല്ല. അമിത്ഷാ ഗംഗാ സ്നാനം ചെയ്തത് കൊണ്ട് ഭക്ഷണം കിട്ടുമോ എന്നല്ല അദ്ദേഹം ചോദിക്കുന്നത്. ഗംഗാ സ്നാനം ചെയ്താൽ പട്ടിണി മാറുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭക്ഷണം ലഭിക്കുമോ, തൊഴിൽ ലഭിക്കുമോ ഗംഗാ സ്നാനം ചെയ്താൽ? അല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിങ്ങൾ ഇവിടെ എടുത്തു കാണിച്ച ഒരു സെന്റൻസ് ഞാൻ എഴുതിയിരിക്കുന്നു. ഐസ ലോഗോം സെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐസ ലോഗോം സേസ് ദേശ് കാ ഫലായി നെയ് ഹോഗ. ഇത്തരം ആളുകളെ കൊണ്ട്, ആ ഇത്തരം എന്ന് പറയുന്ന ആളുകൾ അവിടെ പോകുന്ന സന്യാസിയെ കുറിച്ചല്ല, അവിടെ പോയ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയെ കുറിച്ചും ആ മന്ത്രി ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കാലത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, ആ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല, രാജ്യത്ത് പട്ടിണി വർദ്ധിക്കുന്നു, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ശരിയായ രീതിയിൽ ഉണ്ടാകുന്നില്ല, തൊഴിലവസരങ്ങൾ ഇല്ലാതെ. സേനാപതി വേണു, 6 പതിറ്റാണ്ട് ഭാരതം ഭരിച്ചത് ആരാ സാർ? BJP ആണോ? അല്ല, നിങ്ങൾ ഭരിച്ചിട്ട് ഇവിടെ തേനും പാലും ആയിരുന്നോ? 10 കൊല്ലം കൊണ്ട് നിങ്ങൾ ഇവിടെ സ്വർഗരാജ്യം സൃഷ്ടിച്ചു, രാമരാജ്യം സൃഷ്ടിച്ചു എന്നുള്ളതാണല്ലോ വാഗ്ദാനം. 10 കൊല്ലം കൊണ്ട് ഈ രാജ്യത്തിന്റെ വീണ്ടും അധികാരത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഇവരൊക്കെ പാർലമെന്റിന്റെ ഓട് പൊളിച്ചകത്ത് വന്നതല്ലല്ലോ, ജനങ്ങളെ തെരഞ്ഞെടുത്ത് അയച്ചതല്ലേ? ആണോ എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇവരെ തെരഞ്ഞെടുത്ത ജനങ്ങൾ മണ്ടന്മാരാണോ? വന്നതാണെന്നോ മുകളിൽ കൂടി കയറി വന്നവരാണെന്നോ അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത്. 10 കൊല്ലമായി നിങ്ങൾ ഭരണത്തിൽ രാജ്യത്തെ ഞങ്ങൾ എന്താ പറഞ്ഞ ലോകത്തിലെ 1ാം ശക്തിയോ 2ാം ശക്തിയോ 3ാം ശക്തിയോ ഒക്കെ ആക്കി മാറ്റി എന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ ഇതിന്റെ ഒരു മറുവശം അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. 60 വർഷം ഭരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കോൺഗ്രസിന്. അതുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്തു? BJP അധികാരത്തിലെത്തിച്ചു. ഈ 60 വർഷം നിങ്ങൾ ദാരിദ്ര്യം മാറ്റിയോ? ഭാരതത്തിലെ ദാരിദ്ര്യം മാറ്റിയോ? നിങ്ങളെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കിയോ? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. കേൾക്കൂ നമ്പ്യാരെ, 35 ലക്ഷം ആളുകൾ പട്ടിണി കൊണ്ട് മരിച്ച ബംഗാൾ ഫാമിന് ശേഷമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നത്. അവിടെ നിന്നാണ് കോൺഗ്രസ് തുടങ്ങിയത്. അവിടെ നിന്ന് കോൺഗ്രസ് തുടങ്ങിയിടത്താണ് നമ്മൾ PL 480 എന്ന് പറയുന്ന ഒരു കരാർ ഉണ്ടായിരുന്നു. അമേരിക്കക്കാരൻ കൊടുക്കുന്ന പാൽപ്പൊടിയും ഗോതമ്പും ഒക്കെ മേടിക്കുന്ന PL 480 കരാറ് നമ്പ്യാർക്കും എനിക്കും ഓർമ്മയില്ല. നമുക്ക് മുമ്പുള്ള ഒരു കാലഘട്ടം ജീവിച്ച തലമുറക്കാരനാണ്. അത് തൂത്തുക്കുടി തുറമുഖത്തും കാണ്ടല തുറമുഖത്തും ഒക്കെ അമേരിക്കക്കാരന്റെ കപ്പല് ഈ പാൽപ്പൊടിയും എന്താ പറഞ്ഞ ഈ ഗോതമ്പ് പൊടിയുമായിട്ട് വരുമ്പോൾ അത് കാത്തു നിന്നവരിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യം നമ്മൾ ഗ്രീൻ റവല്യൂഷനിലൂടെ റഷ്യക്കാർക്കും അമേരിക്കക്കാർക്കും ചൈനക്കാർക്കും ഭക്ഷണം കയറ്റി അയക്കുന്ന ഒരു രാജ്യമായി മാറിയത് നിങ്ങളുടെ 10 കൊല്ലത്തെ ഭരണം കൊണ്ടല്ല, ഞങ്ങൾ 58 കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ചതുകൊണ്ടാണ്. പക്ഷേ ഇപ്പൊ 10 കൊല്ലം കൊണ്ട് നിങ്ങൾ എല്ലാം സമ്പുഷ്ടമായി എന്ന് പറയുമ്പോൾ ഇവിടെ പുതുതായി തൊഴിലില്ലായ്മ ഉണ്ടാകുന്നു, ഇവിടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറയുന്നു, ഇവിടെ രാജ്യത്ത് തൊഴിലാളി വർഗത്തിന്റെ ജീവിതം ദുസ്ഥിതിയിലാകുന്നു. ഇത് പ്രതിപക്ഷ പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് കുംഭമേളയെ വിമർശിച്ചെന്നോ സന്യാസികളെ വിമർശിച്ചെന്നോ കുംഭമേളയുടെ നടത്തിപ്പിനെ വിമർശിച്ചെന്നോ എന്ന വ്യാഖ്യാനം അത് രാഷ്ട്രീയമാണ്. അത് പറയാലോ അദ്ദേഹത്തിന് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് നടത്താം, അദ്ദേഹത്തിന് ക്രിറ്റിസൈസ് ചെയ്യാം. ആരും വിമർശനങ്ങൾക്ക് അതീതരല്ല. നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ വിമർശനങ്ങൾക്ക് അതീതരല്ല. പക്ഷേ എന്തിനാ സാർ അവിടെ ഒരു ഗംഗാ സ്നാനം കൊണ്ടുവന്നത്? എന്താ അതുവഴി നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം അത് ശ്രവിക്കുന്നവർക്ക് അറിയാമല്ലോ. ഇവിടെ നുസ്രത് ജഹാൻ മാഡം ഇരിക്കുന്നു, ഷീ നോസ് ഹിന്ദി വെൽ.
അവർക്കറിയാം ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് TG മോഹൻദാസിന്റെ ഹിന്ദി തർജിമ പോലെ ആകരുത്. പണ്ട് ബോംബെയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതിന്റെ ഒരു ഹിന്ദി തർജിമ TG മോഹൻദാസ് നടത്തി. ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ കൗതുകം തോന്നി. കാരണം അങ്ങനത്തെ തർജിമയല്ല നമ്മൾ നടത്തേണ്ടത്. ഇവിടെ എന്താണ് ശ്രീ മല്ലികാർജുന ഖാർഗെ ഉദ്ദേശിച്ചതും അദ്ദേഹത്തിന്റെ വിമർശനം അത് ഭരണകൂടത്തോടുള്ള വിമർശനമാണ്. ഇറ്റ് ഈസ് നോട്ട് അഗൈൻസ്റ്റ് കുംഭമേളയെ അദ്ദേഹം വിമർശിച്ചിട്ടില്ല, സന്യാസിമാരെ വിമർശിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, അത് ദശാബ്ദങ്ങളല്ല സഹസ്രാബ്ദങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ലേ. ആ കാര്യത്തെ ആരും വിമർശിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയും അല്ലെങ്കിൽ അല്ല, എന്റെ യുദ്ധം അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ യുദ്ധം സ്റ്റേറ്റിനോടാണ് എന്ന് പറഞ്ഞപ്പോഴും ഇതേ വിവക്ഷയായിരുന്നു. ഞങ്ങൾ ഭരണകൂടത്തെയാണ് വിമർശിച്ചത്, സ്റ്റേറ്റിനെയല്ല വിമർശിച്ചത്. സ്റ്റേറ്റിനോടുള്ള യുദ്ധം എന്നല്ല അർത്ഥമാക്കിയെന്ന് പറഞ്ഞ് തടി തപ്പുകയായിരുന്നു. ഓക്കെ, അടുത്ത സേനാപതി വേണു, ഞാൻ വരാം. യുവരാജ് ഗോകുൽ, യുവരാജ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം കുംഭമേളയെ അധിക്ഷേപിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് വക്താവ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. നമ്പ്യാർജി, ശ്രീ സേനാപതി വേണു ഇവിടെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് കുംഭമേളയല്ല വിമർശിച്ചത്, പകരം നരേന്ദ്രമോദിയെ അമിത്ഷായെയാണ് വിമർശിച്ചത്. നരേന്ദ്രമോദിയെ അമിത്ഷായെയാണ് വിമർശിച്ചത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അത് മനസ്സിലാകാതെ ഇരിക്കുവാനും വേണ്ടിയിട്ട് അത്രയും ഹിന്ദി അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊന്നും അല്ല സാർ ഞങ്ങൾ. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന പ്രസംഗത്തിൻ്റെ ഹിന്ദി വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. അല്ലാണ്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തതുപോലെ 15 ലക്ഷത്തിൻ്റെ ഹിന്ദി ഇതുവരെയും മനസ്സിലാകാതെ നാട് മുഴുവൻ എത്ര തവണ തേഞ്ഞൊട്ടിയാലും വീണ്ടും വീണ്ടും ആ പ്രസംഗവും എടുത്തു വെച്ചുകൊണ്ട് 15 ലക്ഷം ഇപ്പോൾ 2018-ലോ 19-ലോ എന്തോ തുടങ്ങിയതാണത്. അത് 2025-ലും നിർത്തിയിട്ടില്ല. 2035 ആയാലും അതിൻ്റെ ഹിന്ദി ഒന്നും നിങ്ങൾ പഠിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഹിന്ദി പഠിക്കുന്ന കാര്യം സാറിന് ആർക്കെങ്കിലും ബോധിപ്പിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ സാറ് KPCC ഓഫീസിൽ പോയിട്ട് VT ബൽറാം മുതൽ കുറച്ച് ആൾക്കാർക്ക് ചപ്പാത്തി വാങ്ങിച്ചു കൊടുത്ത് അവരെ മുതൽ ഇങ്ങോട്ട് ഹിന്ദി പഠിപ്പിക്കുക. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങളിൽ എല്ലാവർക്കും ബോധ്യം ഉണ്ടാകും എന്ന് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗംഗാ സ്നാനം നടക്കുന്ന ഒരു വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് ആ വിമർശനം ഉന്നയിക്കുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ കുംഭമേളയൊന്നും നടക്കാത്ത ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ഡിസംബർ മാസത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കഴിഞ്ഞിട്ടോ ഈ കുംഭമേളയൊക്കെ കഴിഞ്ഞ് ഒരു മെയ്യിലോ ജൂണിലോ ഒക്കെയാണ് നിങ്ങൾ വിമർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നതെന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമായിട്ട് നമുക്കത് മനസ്സിലാവും. ഗംഗയിൽ മുങ്ങിക്കുളിച്ചാലൊന്നും നിങ്ങളുടെ പാപം തീരില്ല, അത്രയും പാപം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാവും. ഇത് കൃത്യമായിട്ട് എപ്പോഴാണ് വന്നിരിക്കുന്നത്? കുംഭമേള നടക്കുന്ന സമയത്ത് അമിത്ഷാജി അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം അവിടെ പോവുകയും ആ ചടങ്ങിൽ അദ്ദേഹം ഭക്തി പുരസ്സരം അവിടെ പങ്കെടുക്കുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെ വന്നിട്ട് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ ആ പ്രസ്താവന എന്ത് കണ്ട് വിരളി പിടിച്ചിട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. കാരണം അത്രയും മനോഹരമായാണ് അവിടെ കുംഭമേള സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, 2014 ശേഷമല്ലേ നരേന്ദ്രമോദി സർക്കാർ വന്നുള്ളൂ. അതിനു മുമ്പും ഈ നാട്ടിൽ കുംഭമേളകളൊക്കെ നടക്കാറുണ്ടായിരുന്നല്ലോ. അന്ന് മുതൽ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും ഒക്കെ വേർതിരിച്ചുകൊണ്ട് അന്നത്തെ കാലത്തിൽ നിന്ന് ഇന്നത്തെ കാലത്തേക്ക് വന്നപ്പോഴേക്കും സർക്കാർ തലത്തിൽ നടത്തിയിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചിട്ട്, ഇടപെടലുകളെക്കുറിച്ചിട്ട്, പർട്ടിക്കുലർലി യോഗി ഗവൺമെൻറ് വന്നതിന് ശേഷം അവിടെ നടന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് കാണുമ്പോൾ, ജനങ്ങൾ സർക്കാരിനെ പുകഴ്ത്തുന്നത് കാണുമ്പോൾ, മല്ലികാർജുൻ ഖാർഗെ മുതൽ ഇങ്ങ് കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർക്ക് വരെ വിരളി പിടിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. അപ്പോൾ നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാമഹം 40 കോടി ജനങ്ങൾ അവിടെ പങ്കെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം, വെറും 2 മാസങ്ങൾ കൊണ്ട് ലോകത്ത് ഏറ്റവും അധികം മനുഷ്യർ വന്നു പോകുന്ന ഒരു മഹാസംഗമം, ഒരു മഹാത്ഭുതം അവിടെ നടക്കുകയാണ്. 2 ലക്ഷം കോടി രൂപയുടെ റവന്യൂ അവിടെ ഉണ്ടാകുമെന്നും അതിനുവേണ്ടി അത്രയും മനോഹരമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ആൾക്കാർ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലേതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഉത്സവങ്ങളോ അല്ലെങ്കിൽ സാധ്യതകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എന്തെങ്കിലുമൊക്കെ പിന്തിരിപ്പൻ കാര്യങ്ങളും പറഞ്ഞ് നശിപ്പിച്ച് അതിൻ്റെ അവസരങ്ങളെ ഇല്ലാതാക്കുന്ന സമീപനം പോലെയല്ല കുംഭമേളയിൽ യോഗി സർക്കാർ എടുത്തിരിക്കുന്ന നയം എന്ന് പറയുന്നത്. യോഗി സർക്കാർ വന്ന കാലം മുതൽ അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് വിരളി പിടിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രസ്താവനകൾ കൊടുത്ത് അതിൻ്റെ ശോഭ കെടുത്തുക എന്നുള്ളത് മാത്രമാണ് അവർ രാഷ്ട്രീയമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്പ്യാർജി പറഞ്ഞതുപോലെ തന്നെ ഈ ശോഭ കെടുത്താൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇപ്പോൾ ഹജ്ജ് തീർത്ഥാടന കാലം തുടങ്ങിക്കഴിയുമ്പോൾ ഹജ്ജിന് പോകുന്ന കുറച്ച് മന്ത്രിമാരെ നോക്കിയിട്ട് നിങ്ങൾ ഹജ്ജിന് പോയാലൊന്നും നിങ്ങളുടെ പാപം തീരില്ല, അവരിനി എത്ര കുടുംബാഭികളോ ആയിക്കൊണ്ടുപോട്ടെ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ നാവ് പൊങ്ങുമോ? ഒരിക്കലും പൊങ്ങില്ല.
കാരണം എന്താണ്, ഹജ്ജിന് പോയി കഴിഞ്ഞാൽ എല്ലാ പാപവും തീരുമെന്നാണ് ഇസ്ലാം മത വിശ്വാസികൾ വിശ്വസിച്ചിരിക്കുന്നത്. അവരങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ നോക്കിയിട്ട് അങ്ങനെ പറയുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ നാവ് പൊങ്ങുമോ? നാവ് പൊങ്ങില്ല. ഇനി എത്ര വലിയ കുഴപ്പക്കാരനായിരുന്നാലും ശരി, ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അയാൾ എല്ലാം അയാളുടെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം കഴിഞ്ഞുവെന്നും അയാൾ സ്വർഗത്തിന് അവകാശിയാവുന്നു എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ അവരെ നോക്കിയിട്ട് അങ്ങനെ പറയുമോ? ഇല്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാം മതത്തിനെതിരായി പോകുമെന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ധാരണയുണ്ട്. അപ്പോൾ ലോകത്തിൽ ഇത്രയും അധികം മനുഷ്യർ ഒരുമിച്ച് വരുന്ന, ഏറ്റവും അധികം മനുഷ്യർ ഒരുമിച്ച് വരുന്ന ഒരു വലിയ സനാതന ധർമ്മ സംഗമമായി മാറിയിരിക്കുന്ന, ഒരു ഹിന്ദു മഹാസംഗമമായി മാറിയിരിക്കുന്ന ഒരു മേളയെ നോക്കിയിട്ട് ഇത്തരത്തിൽ പല്ലിളിച്ച് കാണിക്കുക, കുഞ്ഞനം കുത്തി കാണിക്കുക എന്നൊക്കെ പറയുന്നത് അത്യന്തം ആക്ഷേപം ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അങ്ങ് പറഞ്ഞ മറ്റ് ചില കാര്യങ്ങൾക്കുള്ള മറുപടി തരേണ്ടതുണ്ട്. ആ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. എന്താണ് ഭാരതത്തിൻ്റെ പോവർട്ടിയെ കുറിച്ചിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ വെച്ച് സംസാരിക്കാം സാർ. 2022-23 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പോവർട്ടി റേറ്റ് എന്ന് പറയുന്നത് 4.5 to 5% ആണ്. 2024-25 എത്തുമ്പോൾ അതിനേക്കാളും താഴേക്ക് വന്നിട്ടുണ്ട്. 2011-12 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പോവർട്ടി റേറ്റ് എന്ന് പറയുന്നത് 25.7% ആണ്. അതായത് ഇന്ത്യയുടെ 1/4 ഭൂരിപക്ഷ ജനതയും സ്വാതന്ത്ര്യം കിട്ടി 10-70 കൊല്ലം നിങ്ങൾ ഭരിക്കുന്ന കാലം ഉണ്ടായിട്ട് പോലും ഇന്ത്യയിലെ 1/4% ആൾക്കാരും 25%-ലധികം ആൾക്കാരും പോവർട്ടിയിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അതിനെയാണ് 2022-23 ആയപ്പോൾ വെറും 5% താഴേക്ക്, വെറും 10 വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ തേനും പാലും ഒക്കെ ഒഴുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാർ. മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി എന്ന് പറയുന്നത് 2013-14 കാലഘട്ടത്തിൽ 29.17% ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് 2022-23 എത്തിയപ്പോഴേക്കും 11.28%ലേക്കും നിലവിൽ അതിലും താഴെ സിംഗിൾ ഡിജിറ്റിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് സാർ. നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടി 10-70 കൊല്ലം ഭരിച്ചിട്ടും 30% ജനങ്ങൾ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടിയിലാണ് നിലനിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് അതിൻ്റെ 2/3 ഇല്ലാതെയാക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് സാർ. അപ്പോൾ അതൊക്കെ അച്ചീവ്മെൻറ്റ് തന്നെയാണ് സാർ. അപ്പോൾ എന്താണ് ഈ ദാരിദ്ര്യം മാറുമോ ഗംഗയിൽ സ്നാനം ചെയ്താലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗയിൽ സ്നാനം ചെയ്താലും ദാരിദ്ര്യം മാറും എന്ന് തന്നെയാണ് കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം തുടർച്ചയായിട്ട് ഞങ്ങൾ ഭരിച്ചിട്ടും രാഹുൽ ഗാന്ധിക്ക് അവസാനം ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടിയപ്പോൾ ഫയൽവാൻ ജയിച്ചേ എന്നും പറഞ്ഞ് വിളിച്ചു കൂവിക്കൊണ്ട് ഞങ്ങൾ എന്തോ വലിയ വിജയം നേടി എന്നുള്ള തലത്തിൽ ഒരു പരാജയത്തിനെ പോലും ആഘോഷിക്കേണ്ടുന്ന ഗതികേടിലേക്ക് കോൺഗ്രസ് പാർട്ടി ചെന്നെത്തുന്ന സാഹചര്യം ഇന്ത്യൻ പൊളിറ്റിക്സിലുണ്ടായത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനേക്കാളും മികച്ച രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകാൻ പോകുന്നത്. ഇന്ത്യ ലോകത്തിലെ 2ാമത്തെ ശക്തിയാവും 3ാമത്തെ ശക്തിയാകും എന്നൊക്കെ അങ്ങ് പരിഹസിച്ചല്ലോ. ആകും സാർ, ഒരു സംശയവും വേണ്ട. 2029 BJP സർക്കാർ വീണ്ടും ജനങ്ങളുടെ മുൻപിൽ വോട്ട് ചോദിച്ച് ചെല്ലുന്ന സമയത്ത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തി ആയിരിക്കും എന്ന് നരേന്ദ്രമോദിജി പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആകുക തന്നെ ചെയ്യും. അത് ഗംഗയിൽ സ്നാനം ചെയ്തിട്ടായാലും ശരി, കുംഭമേളയിൽ പങ്കെടുത്തിട്ടായാലും ശരി, എന്ത് ചെയ്തിട്ടായാലും ശരി തന്നെയാണ്, അത് തീർച്ചയായിട്ടും ആകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് കണക്കുകൾക്ക് നേരെ നിങ്ങൾ കൊഞ്ഞനം കുത്തിയിട്ടോ പല്ലിളിച്ച് കാണിച്ചിട്ടോ ഒന്നും കാര്യമില്ല സാർ. ഇന്ത്യ പുരോഗതിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഓരോ ചാനലുകളിലായിട്ട് വന്നിരുന്ന് നിങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയങ്ങളെ ന്യായീകരിക്കേണ്ടി വരുന്നത്. നിങ്ങൾ സാധാരണഗതിയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പിറകിലാണ് ഓടിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിൽ തിരഞ്ഞെടുപ്പ് നടന്നു. സിവിക് ബോഡിയിൽ ബാലറ്റ് പേപ്പറായിരുന്നു. കോൺഗ്രസ് എവിടെ കാണാനുണ്ടോ? ഒരു സീറ്റ് ഒരിടത്ത് പോലും കാണാനില്ല അവിടെയും. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ബാലറ്റ് പേപ്പർ നിരോധിക്കണമെന്നാണോ നിങ്ങൾ പറയാൻ വന്നത്? നിങ്ങൾക്ക് ഗംഗയ്ക്ക് പ്രശ്നം, നിങ്ങൾക്ക് EVM-ന് പ്രശ്നം, ബാലറ്റിന് പ്രശ്നം. സാർ, പ്രശ്നം നിങ്ങൾക്കാണ്. അത് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. യെസ്, ഡൽഹിയിലിരിക്കുന്ന ഹിന്ദി നന്നായി അറിയാവുന്ന മാഡം എങ്ങനെയാണാവോ ഈ പരാമർശത്തെ നോക്കിക്കാണുന്നത്? അയ്യോ, അദ്ദേഹം പറഞ്ഞ എന്താ, അതാണ് ഹിന്ദി. അയാളെ പിന്നെ എക്സിലും അയാളെ പങ്കുവച്ചിട്ടുണ്ടല്ലോ അയാളെ പ്രസംഗം ജസ്റ്റ് കറക്റ്റ് ആയിട്ട്. ഗംഗയിൽ മുങ്ങിയാൽ അരേ ബായ് ഗംഗാമേ ടുപ്കി ലഗാനെ സേ ഗരീബോം ദൂർ ഹോത്തി ഹേ ക്യാ, ഗരീബിന്റെ പട്ടിണി മാറുമോ ഗംഗയിൽ മുങ്ങിയാൽ എന്നാ ചോദിച്ചത്. അത് കുംഭമേളയെ അപമാനിച്ചതായിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. അമിത്ഷാ പോയ സമയത്ത് വെച്ചിട്ട് പറഞ്ഞു, അമിത്ഷാ മുങ്ങിയ സമയത്താണ് അത് പറഞ്ഞത്. പക്ഷെ ഗംഗ എന്നുള്ള പേര് അവിടെ യൂസ് ചെയ്തെങ്കിൽ നമുക്കിപ്പോ ഗംഗ എന്നുള്ള പവിത്രമായ നദീനെ പറയുമ്പോ
നമുക്കതന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രാഷ്ട്രത്തിലെ ഇത് ഒരു മത പിന്നെ വികാരാണ് ഇളക്കി വിടുന്നത്. ഇവർക്ക് എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള. എന്താ വെച്ചാൽ ഇപ്പൊ എപ്പോഴെങ്കിലും ഒന്ന് കാർഗെ മിണ്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹം അവിടെ ഉള്ള പോലും ആരും അറിയില്ല. കാരണം അദ്ദേഹം അങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. പാവോ അങ്ങനെ പറഞ്ഞതാ. മധ്യപ്രദേശിലെത്തിയപ്പോ ആവേശമൊത്ത് കുറച്ച് ആൾക്കാരെ കണ്ടപ്പോ ഒരു വാർത്തയാവാൻ ചെയ്തത് ആക്ച്വലി ഇത്. കാരണം അദ്ദേഹത്തിന് ഇരിക്കുന്ന ജാതിയോട് പോലും അദ്ദേഹത്തിന് കൂറില്ലാത്തത് കൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം ഒരു ഹിന്ദു അല്ലേ. അമിത്ഷാ അവിടെ പോയി മുങ്ങിയത് ഭാരതത്തിൽ ജനിച്ച ഒരു ഹിന്ദു ആയതുകൊണ്ടാണ് അദ്ദേഹം കുടുംബം അവിടെ മുങ്ങിയത്. അക്ബർ ചക്രവർത്തി മുഗളന്മാരും വരെ പ്രയാഗ്രാജിൽ മുങ്ങിയാണ് അലഹാബാദ് ആക്കിയത്. അറിയോ? ചരിത്രം അങ്ങനെയാ പറയണേ. എന്ന് ഞാൻ ജൂണാഗാർഡന്റെ സന്യാസിയായിട്ട് സംസാരിച്ചു. അവര് മുഗളന്മാര് മുഴുവനും എല്ലാ കാലത്തും അവിടെ ഉണ്ടായിരുന്നവർ മുഴുവനും പിന്നെ കുംഭമേളയിൽ കുളിക്കാൻ പോയിട്ടുണ്ട്. കാരണം അവർക്ക് പേടിയായിരുന്നു മാറി നിൽക്കാൻ. അങ്ങനെയാ ചരിത്രം പറയണേ. പിന്നെയാണ് അവർ അലഹബാദ് ആക്കിയത്. പ്രധാനമന്ത്രിമാരൊക്കെ പോയിട്ടില്ലേ? പ്രധാനമന്ത്രി എല്ലാരും പോയിട്ടുണ്ട്. ആർക്കും ഇല്ല ധൈര്യം പോവാണ്ടിരിക്കുക. ഇയാള് ചിലപ്പോ പോയിട്ടുണ്ടാവും അതിന്റെ മുമ്പേ. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും പറയാൻ വയസ്സായിട്ട് അങ്ങോട്ട് പോവാൻ പേടിയാവും. 10 കോടി ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ സർവൈവൽ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അങ്ങനെ പോകാനുള്ള ആരോഗ്യവും മനസ്സാണ് അവിടുത്തെ ആരോഗ്യം എന്നല്ല. പ്രായത്തിനൊന്നും അവിടെ ഒരു പ്രശസ്തി ഇല്ല. പ്രായം 100-ലധികം വയസ്സുള്ള സന്യാസിമാര് വരെ വരുന്നുണ്ട്. പിന്നെ ഇവര് ഈ കുംഭമേള കലക്കാൻ വേണ്ടി പലരും അതിന് പെടുന്നുണ്ട്. ഇപ്പൊ നമ്പ്യാർജി ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഒരു മാല വിൽക്കുന്ന പെൺകുട്ടിയുടെ കണ്ണാണ് കുംഭമേളയിൽ ആകെ ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടിട്ടുള്ളൂ. സി ദിസ് ഇസ് നോൺസെൻസ്. അതല്ലാതെ പറയാൻ പറ്റില്ല. ലോകം മുഴുവൻ എത്തി നോക്കി. ലോകത്തിന്റെ എത്രയോ 14 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സന്യാസിമാരും അവരൊക്കെ ഇവർക്ക് കളിയാക്കാനുണ്ടാവും ഒന്നും അറിയാത്തവർക്ക്. പക്ഷെ അങ്ങനത്തെ കുറെ മനുഷ്യരവിടെ വരുന്നുണ്ട്. ഭക്ഷണമില്ലാതെയും പിന്നെ ജപങ്ങളും മന്ത്രങ്ങളുമായിട്ട് ജീവിതത്തിൽ ഒന്നും ഓർമ്മയില്ല. അവരാണ് തുണിയിടാത്ത സന്യാസിമാർ. ഇവര് കാണുന്ന ആകെ അവരെ തുണിയിടാത്ത. ഇവരെപ്പോഴും നോക്കി എങ്ങോട്ടേക്കാണ് അറിയോ? തുണിയില്ലാത്ത സ്ഥലത്തേക്ക്. ഇവർക്ക് ഇൻട്രസ്റ്റ് അങ്ങോട്ടാ. ആ ഇൻട്രസ്റ്റിലേക്കാണ് എപ്പോഴും പോണത്. അപ്പൊ ആ നോക്കിട്ടല്ലാതെ ഇവരെന്താണ് ഭക്ഷണം കഴിച്ചില്ല പറഞ്ഞാൽ ഇവരെ കളിയാക്കും. ഭക്ഷണം കഴിക്കാണ്ടൊക്കെ അങ്ങനത്തെ സന്യാസിമാരെ പറ്റിയാണോ ഈ ഇത് വന്നത്? കുംഭമേള എന്ന് പറഞ്ഞാല് നെറ്റ് നിങ്ങൾ അടിച്ചു നോക്ക്, സോഷ്യൽ മീഡിയ. ഈ പെണ്ണും വേറൊരു സന്യാസിനിയായിട്ട് മേക്കപ്പ് ഇട്ട് വന്ന ഒരു വ്ളോഗറും, 2 ആള്. പിന്നെ ഒരു ഐ ടി ഒരു ബാബന, അയാൾ അടിച്ചോടിച്ചു വിട്ട് യോഗി ബാബക്ക് അതിനൊക്കെ നല്ല കഴിവുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അവരെയൊക്കെ അവിടുന്ന് അപ്പൊ തന്നെ പറഞ്ഞു വിടെല്ലാം നിവൃത്തിയില്ല. കാരണം ഇതെല്ലാം ഡൈവേർട്ട് ചെയ്യുക. ഇത്രയും കോടി ആൾക്കാർ നാളെ മറ്റന്നാൾ അവിടെ ഇന്ന് വൈകുന്നേരം തന്നെ എല്ലാം ക്ലോസ് ചെയ്ത് വാഹനങ്ങളൊക്കെ വരുന്നത്. ഇത്രയും വലിയ ഒരു സ്പിരിച്വൽ എന്നല്ല, ഒരു ഗാദറിങ് തന്നെ ലോകത്ത് എവിടെ ഉണ്ടായിട്ടില്ല. സ്പിരിച്വൽ എന്ന് മാത്രം പറയണ്ട, വേറെ എന്തെങ്കിലും ഇത്ര ആൾക്കാർ 10 കോടി ഒന്നിച്ച് ഒരേ സ്ഥലത്ത് 150 കിലോമീറ്ററിന്റെ ഉള്ളിൽ മാത്രം നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ മഹാത്ഭുത. അതിനെയാണ് അത് ഇത്ര ഭംഗിയായിട്ട്. പിന്നെ ഈ കാർഗെ കണ്ട അഖിലേഷ് യാദവ് ഒക്കെ ഭരിക്കണ കാലത്തുള്ള അവിടുത്തെ പിന്നെ പ്രയാഗ്രാജിൽ പോയ പിന്നെ കുംഭമേളനെ പറ്റി പറയുമ്പോ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല, അവിടെ വൃത്തി ഉണ്ടായില്ല. ബാത്റൂം എന്നൊക്കെ പറഞ്ഞാൽ റോഡിലൊക്കെ ആയിരുന്നു അവരൊക്കെ യൂസ് ചെയ്ത്. അങ്ങനത്തെ ഒരു കാലഘട്ടമുള്ള പ്രയാഗ്രാജിനെ കണ്ടിട്ട് ഇന്ന് ഫുൾ ലൈൻ ബാത്റൂം, അത് ക്ലീനിങ്, 2 മണിക്കൂർ 10 ലക്ഷത്തിന്റെ മേലെ ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുക. ലാഭം എന്ന് പറയുന്ന പണി ഗരീബ് ആത്മീക്ക് ഇപ്പൊ നല്ല സന്തോഷാ, പൈസ കിട്ടുന്നുണ്ട്. കാരണം പലർക്കും അവിടെ ജോലി, അവര് ലോകം കാണുക, ലോകം അങ്ങോട്ട് വരികയല്ലേ. ലോകത്തിനെ പ്രയാഗ്രാജിലേക്ക് ലോകത്തിനെ ആകർഷിപ്പിക്കുക. അതാണ് മോദിയും അമിത്ഷാ ഒക്കെ പറയുന്നത്. ലോകം ഇനി ഭാരതത്തിലേക്ക് വരുന്ന ഒരു നാളെ ഉണ്ടാവും എന്നുള്ള അതാണ് തുടങ്ങിക്കഴിഞ്ഞത്. ഇതൊന്നും കാർഗേക്കൊന്നും സഹിക്കാനോ ദഹിക്കോ ഒന്നുമില്ല. അപ്പൊ അത് കുംഭമേള കുംഭമേളയിൽ പോയി ഒന്ന് കാർഗേയും കൂട്ടരൊക്കെ ഒന്ന് മുങ്ങണം. കാരണം കുംഭമേള പറയണ ഗംഗാ നദി ശിവന്റെ ഗംഗയില് മുങ്ങി കുളിച്ചാൽ ബോധം വരും. പ്രത്യേകിച്ച് കാർഗയെ കൊണ്ടുപോകണം. അതെ, ബോധം വരാണ്. സഹസ്രദള പത്മത്തിന്ന് ഒഴുകി വരുന്ന ഗംഗാദേവീന്റെ മുങ്ങിയാൽ അത് പത്മത്തിന്ന് ഒഴുകി വരുന്ന ജ്ഞാനെന്നാ. ആ ജ്ഞാനം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഹാന്മാരെല്ലാം അവിടെ പോണത്. എന്തെങ്കിലും കിട്ടണ ഈ ഭൂമിയിൽ നിന്ന് വെറും അതല്ലാത്ത പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമല്ല അത് എല്ലാരും പരീക്ഷിക്കുന്നുണ്ട്. ഹിന്ദുക്കളൊന്നുമില്ല, മുസ്ലിങ്ങള് പോകുന്നുണ്ട്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തെങ്കിലും രാഹുൽ ഗാന്ധി പോണ്ടതാണ്. രാഹുൽ ഗാന്ധിക്ക് പിന്നെ അങ്ങനത്തെ വിഷയമൊന്നുമില്ല. അയാൾക്ക് എന്താ തോന്നുന്നു അപ്പൊ അയാൾ അത് ചെയ്യും, അത്രേ ഉള്ളൂ. അയാൾ ഇപ്പൊ ചിലപ്പോ വേണമെങ്കിൽ വേറെ ഈ എലക്ഷൻ ഉണ്ടാവുമ്പോ അയാൾ എപ്പോഴും ട്യൂറില്ല.
അയാൾക്ക് അത്രയൊക്കെ അറിയുള്ളൂ. അയാൾ അവര് വേഷം കെട്ടിച്ച് അവിടെ കൊണ്ടിരുത്തിയ ഒരാളാ. പിന്നെ പ്രിയങ്കനെ പറ്റിപ്പോ നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ, നമുക്കറിയില്ല. പാവം അയാൾ അതിന് കപ്പാസിറ്റി ഉള്ള ഒരാളെ അല്ല. അവര് പറഞ്ഞു കൊടുത്ത് പറയും, തെറ്റിപ്പോവും അത് പറയുമ്പോ. നമ്മൾ കാണില്ലേ ഇപ്പൊ പാർലമെന്റിലൊക്കെ സംസാരിച്ചത്, ഇപ്പൊ ഖാർഗെ പറഞ്ഞു ഇവർക്ക് മാത്രം എന്താ നാക്കിന് പിശക് വരുന്നത്? അത് പാടില്ലല്ലോ. അറിയാത്ത നമ്മൾ മിണ്ടാണ്ടിരിക്കണം അല്ലേ? അതല്ലാതെ ഇവര് പറയണമെങ്കിൽ ഇവർക്ക് തീരെ ബുദ്ധിയില്ല. എല്ലാത്തിനും ഒന്ന് കൊണ്ടുപോയി മുക്കട്ടെ ഖാർഗെ, ആ പ്രിയങ്കനെ രാഹുലിനെ. കാരണം ചത്ത പുലീനെ കാണാൻ വയനാട്ടിൽ വന്നിട്ടല്ല. അപ്പൊ അവരൊക്കെ പോയിട്ട് ഇവിടെ പോയി മുങ്ങട്ടെ. അപ്പൊ മുങ്ങുമ്പോ എല്ലാം ശരിയാവും. അല്ലാതെ ഇത്രയും 4000 വർഷം എന്ന് കണക്കൂട്ടല് മാത്രമേ ഉള്ളൂ കുംഭമേളയെ പറ്റിയിട്ട്. ഇപ്പൊ 144 അതും യോഗി ഉണ്ടാക്കിയാന്ന് പറഞ്ഞേ. അതും അങ്ങനെ ഒരു ട്രോള് നടക്കുന്നുണ്ട്. യോഗി ഉണ്ടാക്കിയതാണ് 144. അങ്ങനെ ഒരു കണക്കില്ല. അത് അറിയാത്ത മലയാളികളോട് പോലും നമ്മൾക്ക് പറഞ്ഞു കൊടുക്കണം. 144 എന്നുള്ള കണക്ക് വരുന്ന യോഗി ഉണ്ടാക്കിയല്ല. 12 കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന മഹാകുംഭമേള. അതിനേക്കാൾ ഉപരി 12 144. അങ്ങനെയാണ് അതിന്റെ കണക്ക് വെച്ചിരിക്കുന്നത്. അത് പ്രയാഗ്രാജില ആ കുംഭമേളയാണ് നടക്കുന്നത്. അല്ലാതെ യോഗിക്ക് ഇപ്പൊ 144 കൊല്ലം എടുത്തു വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മളെ ഈ നൂറ്റാണ്ടിലും സ്വാതന്ത്ര്യത്തിന് ശേഷം കിട്ടുന്ന ആദ്യത്തെ കുംഭമേള. അപ്പൊ അതിലെല്ലാം മുസ്ലിം. അവിടെ ജാതി സനാതന ധർമ്മം എന്ന് പറഞ്ഞത് ജാതിയും മതവും ഉള്ളതാണെന്ന് ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല. ഒരു മഹർഷിമാരും ഒരു വേദത്തിലും ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഇവരങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. ബ്രാഹ്മണർക്ക് ഉണ്ടാണ്, മറ്റേത് ഉണ്ടാക്കുകയാണ്. അത് എന്നും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെയാണ് മുസ്ലിങ്ങൾ മുഴുവനും പങ്കെടുത്തിട്ടുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല. മനുഷ്യൻ എന്നുള്ള ഒരു വഴി എന്ന് മാത്രമേ അതിലുള്ളൂ. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ അന്നൊന്നും ആ വേദത്തിൽ അതൊന്നും ഇല്ലല്ലോ. സെക്യുലറിസം പറഞ്ഞ പോലെ ഇന്ത്യ രാജ്യത്ത് സെക്യുലറിസം എന്തിനാണ് എൻട്രി ചെയ്തത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനില്? എന്നാൽ അതിനെ പറ്റി ചർച്ച ചെയ്യുന്നു. അപ്പൊ അത് ചില സെക്യുലർ ആയിട്ടുള്ള ഒരു ഭാരതത്തിന് സെക്യുലർ എന്നുള്ള ഒരു വീട്ടിൽ ഇന്ന സാധനം ഉണ്ടെങ്കിൽ അതിനെ പറ്റി കൂടുതൽ പറയണ്ടല്ലോ. ഇല്ലാത്ത സാധനം വാങ്ങാനല്ലേ നമ്മൾ പറയുള്ളൂ നമ്മളൊരു കാര്യത്തില്. അപ്പൊ ഭാരതം എല്ലാരെയും സ്വീകരിച്ച ഒരു രാഷ്ട്രമാണ്. തീർച്ചയായും. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ, എല്ലാരും ഇങ്ങോട്ട് വരിക. ഭൂമിയിലെ നാനാ ഭാഗത്തു നിന്നും നല്ല നല്ല ആശയങ്ങൾ ഭൂമിയിൽ ഈ ഭാരതത്തിലേക്ക് പ്രവേശിക്കട്ടെ പറഞ്ഞ ഒരു രാജ്യത്തിന്റെ പ്രിയാമ്പിളിൽ എന്തിനാണ് സെക്യുലറിസം ചെയ്തത്? അംബേദ്കർക്ക് തെറ്റൊന്നുമില്ല. ഡോക്ടർ BR അംബേദ്കർ വളരെ ഭംഗിയായിട്ട് എഴുതി വെച്ചതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാ. അദ്ദേഹത്തിന് അന്ന് ആർക്കും ഇഷ്ടമില്ലായിരുന്നല്ലോ. ഇന്നിപ്പോ അംബേദ്കർ പറഞ്ഞ എല്ലാരും പ്രശ്നം ഉണ്ടാക്കും. അംബേദ്കറിനുമായിട്ട് ഗാന്ധിജി, നെഹ്റു വരെ എത്ര പ്രാവശ്യം അടിപിടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായേ? അപ്പൊ ആ അംബേദ്കർ പറഞ്ഞ് എഴുതി വെച്ചത് ഇതുണ്ടെങ്കിൽ ഇതുമൊക്കെ നമ്മൾ അതിൽ അനുസരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതില് സെക്യുലറിസം പറഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യത്തിന്റെ മേലെ അതാണ് നമ്മളില്ല, നമുക്കില്ല, നമ്മളെന്നും അതുണ്ട്. മുഗളന്മാര് വരും, ക്രിസ്ത്യൻ പിന്നെ ബ്രിട്ടീഷുകാർ വരുന്നതും ഒക്കെ സ്വീകരിച്ചു പോയത് ഇവിടുത്തെ രാജാക്കന്മാരെന്താ? ഇവരാരും ആരെയും ആട്ടി ഓടിക്കണം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഒരു രാജ്യവും സ്വീകരിക്കൂലല്ലോ. ഇപ്പൊ ബംഗ്ലാദേശിലെ ഒരു 10 ലക്ഷം ആൾക്കാരെ നമുക്ക് വീതിച്ചു കൊടുക്കാം. മുസ്ലിങ്ങളെ 56 രാജ്യങ്ങൾ എടുക്കട്ടെ. എന്നാല് ഏറ്റവും വലിയ സൗദി അറേബ്യയിൽ ഇഷ്ടം പോലെ സ്ഥലവും പൈസയുണ്ട്. അവിടെ എടുക്കട്ടെ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളെ. എന്തിനാ ഇപ്പൊ വെസ്റ്റ് ബംഗാളിൽ എടുത്ത് കേരളത്തിലേക്കൊക്കെ അയക്കണം? ഞാൻ വരാം. നടേശൻ സാർ, ഇത് പ്യുവർലി ഒരു പൊളിറ്റിക്കൽ റിമാർക്ക് ആണോ? ഇപ്പോൾ ഖാർഗെ ഗംഗാസ്നാനത്തെ അധിക്ഷേപിച്ചത് കൊണ്ട് കുംഭമേളയുടെ ശോഭ കെടാനൊന്നും പോകുന്നില്ല. പക്ഷേ എങ്കിലും ഒരു ഹിഡൻ അജണ്ട വെച്ച് തന്നെയല്ലേ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക? നമസ്കാരം. മധ്യപ്രദേശിൽ വലിയൊരു റാലി നടന്ന് അത് ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം. അതിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ പരാമർശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം സർക്കാരിനെ മാത്രമായി ഉള്ള ഒരു ആരോപണമല്ല. അത് കൃത്യമായി കുംഭമേളയെയും സനാതനധർമ്മത്തെയും ഹിന്ദു സമൂഹത്തെയും അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഇത് കാലങ്ങളായി ബ്രിട്ടീഷുകാർ, അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നിരന്തരം ഇവർ ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ബീജഭാവം ചെയ്തത് ബ്രിട്ടീഷുകാരാണെന്നറിയാം. അതിന് ദേശീയതയുടെ മാനം കൊടുത്തത് അരവിന്ദ ഘോഷും തിലകനും സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള ആളുകളാണ്. പക്ഷെ അതിനുശേഷം
അവർ രാഷ്ട്രവിരുദ്ധരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 60 വർഷത്തോളം ഭാരതം ഭരിച്ചിട്ട് ആ സമയത്തെല്ലാം ഇവർ കുംഭമേളയെ ഏത് തരത്തിലാണ് നോക്കിക്കണ്ടിരുന്നത്? ഒന്നും കണ്ടില്ലേ? ഈ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ കാശി മഹാനഗരം എല്ലാം വൃത്തികേടിൻ്റെ പര്യായമായിരുന്നു. ഇത് പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ്. ഇത് കാണിക്കുന്നത് എങ്ങനെയാണ് ഇതിനെയെല്ലാം നോക്കിക്കാണുന്നത് എന്നാണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ 82 വയസ്സുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വയോവൃദ്ധനായ ഖാർഗെ, അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായം അല്ല ഇങ്ങനെ പറഞ്ഞതെന്ന് നമുക്കറിയാം. പക്ഷേ കോൺഗ്രസിലുള്ള യുവാക്കളായിട്ടുള്ള ആളുകളെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നമ്മുടെ ഈ രാജ്യത്തിനൊരു പാരമ്പര്യമുണ്ട്. നമ്മുടെ ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും ആയിട്ടുള്ള ഹെറിറ്റേജ് ഉണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതായത് 2017 ഐക്യരാഷ്ട്രസഭ ലോകത്തിലെ സമാധാനപരമായ മഹാസംഗമം എന്ന് വിശേഷിപ്പിച്ച ഇതിനോട് ആദരവ് കാണിച്ചില്ലെങ്കിലും അധിക്ഷേപിക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ചരിത്രപരമായി നമ്മൾ ആദ്യം നോക്കുമ്പോൾ തന്നെ ഈ മഹാകുംഭമേള എന്നത് ഹുവാൻ സാങ്ങാണ് രേഖപ്പെടുത്തിയെന്നുള്ളതൊക്കെ നമുക്കറിയാം. അത് വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ വാണിജ്യത്തിൻ്റെയും ഒരു സംഗമമായിരുന്നു എന്നാണ്. ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പട്ടിണി മാറുമോ തൊഴിൽ കിട്ടുമോ എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാന ഇഷ്യൂ. ഇതുമായി ബന്ധപ്പെട്ട് 2025 ഈ കുംഭമേളയോടനുബന്ധിച്ച് 6 ലക്ഷം തൊഴിലവസരങ്ങളാണ് വരാൻ പോകുന്നത്. 6 ലക്ഷം. അതുപോലെ തന്നെ 2 ലക്ഷം നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 2 ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് വരാൻ പോകുന്നത്. ഇത് നമ്മുടെ ദേശീയ വരുമാനത്തെ പോലും ഗണ്യമായി സ്വാധീനിക്കും എന്ന് കുംഭ ഇമ്പാക്റ്റ് ഓൺ എക്കണോമിക്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായി നമ്മൾ മുന്നേറുന്നു, തൊഴിൽപരമായിട്ടുമുള്ള മുന്നേറ്റം നടക്കുന്നു, അടിസ്ഥാന വികസനം നടക്കുന്നു. ഇതെല്ലാം സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമാണ് എന്നിരിക്കെ ഇങ്ങനെയുള്ള ഒരു പരാമർശം എന്തിനു നടത്തിയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കേരളീയർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയുണ്ട്. അതായത് APJ അബ്ദുൽ കലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു നേതാവ് പറഞ്ഞത്, റോക്കറ്റ് വിട്ടാൽ പട്ടിണി മാറുമോ? ഇതാണ്, റോക്കറ്റ് വിട്ടാൽ പട്ടിണി മാറുമോ? കമ്പ്യൂട്ടർ വന്നാൽ പട്ടിണി മാറുമോ? ട്രാക്ടർ വന്നാൽ പട്ടിണി മാറുമോ എന്നൊക്കെയുള്ള ഈ ചൊല്ലിയാട്ടം നടത്തി പരാജയം പറ്റി മാറി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് കേരളത്തിൽ. വേറെ ആരുമല്ല, കമ്മ്യൂണിസ്റ്റുകാരാണ് നമുക്കറിയാം വികസനത്തിന് എതിരായിട്ട് നിൽക്കുന്ന. അവരുടെ അതേ തന്ത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 40-45 കോടി ജനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് നിന്നൊക്കെ വരുമ്പോൾ ഇത്രയും ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ഇതിനോട് വിശ്വാസമുള്ളതാണ് കൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ കാലങ്ങളായി നടക്കുന്ന ഈ മഹാസംഗമത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ്. ഖാർഗെ മാത്രമല്ല, പല ആളുകളും ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോടികൾ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഒരു ആക്ഷേപം. കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു മേള നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇതുകൊണ്ട് സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ളതായ ചില എന്താ പറയുക ക്യാപ്സ്യൂളുകൾ, അങ്ങനെയാണ് ക്യാപ്സ്യൂളുകൾ വിടുന്നത് കൃത്യമായും ഈ കുംഭമേളയുടെ ശോഭ കെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും കുംഭമേളയുടെ ശോഭ കെടുത്താൻ പോകുന്നില്ല എന്നുള്ള കാര്യം വേറൊരു കാര്യമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുള്ളൊരു പ്രസ്ഥാനമാണ്. ഇന്നല്ലെങ്കിൽ നാളെ, ഇപ്പോൾ ഭരണം കിട്ടിയില്ലെങ്കിൽ നാളെയെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആളുകളാണല്ലോ. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ മനസ്സിലാക്കിക്കൊണ്ട്, ഇവിടുത്തെ ജനങ്ങളുടെ പൾസിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പെരുമാറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്നും വേരറ്റു പോകും എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. കുംഭമേളയെ വെല്ലുവിളിച്ചുകൊണ്ട് കുംഭമേളയെ നിരോധിക്കുന്ന തരത്തിലുള്ള പല പരിശ്രമങ്ങളും നടത്താൻ ഇത് ബ്രിട്ടീഷുകാരെ നടത്തിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾ പോലും കുംഭ ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു. അവർക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് പോലും കുംഭ ടാക്സ് ഏർപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇത് സാമ്പത്തികമായ വലിയ ഉത്തേജനം നൽകുന്ന ഒന്നാണ്. ഈ കാര്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനങ്ങളെ വരിഞ്ഞു മുറുക്കിയ സമയത്ത് ഇന്ദിരാഗാന്ധിയെ ഭരണത്തിൽ നിന്നും തൂത്തെറിയണമെന്ന്
ദൃഢപ്രതിജ്ഞ ചെയ്തത് ഒരു കുംഭമേളയാണ് എന്ന കാര്യം മറന്നുപോകരുത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചത് ഒരു കുംഭമേളയാണ് എന്ന കാര്യം മറന്നുപോകരുത്. ഇതൊരു ചരിത്ര സംഭവമാണ്. ഇതുപോലെ തന്നെ ഹിന്ദുത്വം എന്താണ് എന്ന്, സനാതനധർമ്മം എന്താണ് എന്ന് ആയിരുന്ന ഒരു മഹാത്മാവാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം കുംഭമേളയോടനുബന്ധിച്ചിട്ടാണ്. അദ്ദേഹം ഒരു കുംഭമേളയിൽ സന്ദർശിച്ചിട്ടുണ്ട്. ആ തരത്തിൽ കുംഭമേള സന്ദർശിക്കാൻ, അവിടുത്തെ ഭക്തജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇന്നത്തെ നേതൃത്വത്തിനാകുമോ എന്നുള്ളതാണ് ചോദ്യം. അവർക്ക് സാധ്യമല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം അവർക്ക് മറ്റ് ചിലരെയെല്ലാം സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. ഈ സന്തോഷിപ്പിക്കൽ നിങ്ങളെ ഈ മണ്ണിൽ നിന്നും മാറ്റും എന്നുള്ള കാര്യമാണ് കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ നിലയിലുള്ള സമീപനം ഒരു തരത്തിലും നമ്മുടെ രാജ്യത്തിന് ഗുണകരമല്ല. ഇത് എങ്ങനെയാണ് ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിൻ്റെ വികസനം എങ്ങനെ സാധ്യമാകുന്നു, എങ്ങനെയാണ് ഇത്രയും മനോഹരമായി ഇത് സംഘടിപ്പിക്കുന്നത് എന്നീ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വരുന്നത് ലോകപ്രസിദ്ധരായ ശാസ്ത്രജ്ഞന്മാരാണ്. ബോംബെ IIT പോലുള്ളതായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രൊഫസർമാർ അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എങ്ങനെയാണ് ഈ മേള മനോഹരമായി സംഘടിപ്പിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിൻ്റെ സാമ്പത്തിക വിനിമയം നടക്കുന്നത്, എങ്ങനെയാണ് ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നത് തുടങ്ങി നാനാവിധമായ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു സൂചിയായിട്ടാണ് ഇവിടുത്തെ ലോകം മുഴുവനും കരുതുന്നത്. അങ്ങനെ ഇരിക്കെ ഇവർ ഈ തരത്തിലേക്ക് തികച്ചും വികസന വിരോധികളായി, ധർമ്മവിരോധികളായി, സമാധാന വിരോധികളായിട്ട് മാറുമ്പോൾ ഒന്നു മാത്രമേ പറയാനുള്ളൂ: ഇത് സമന്വയത്തിൻ്റെ സമ്മേളനമാണ്. ഇത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. ഇതിലെല്ലാ വിഭാഗം ആളുകളുമുണ്ട്. അപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളുന്നതായ ആ ഏകതയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ സംസ്കാരവും ആധ്യാത്മികതയും വിശ്വാസവും എല്ലാം ഒത്തുചേരുന്ന ഉത്സവങ്ങളുടെ ഉത്സവമാണ് പ്രയാഗരാജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ലോകരാജ്യങ്ങൾ പലരും അവരുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ചർച്ചക്കെടുക്കുന്നതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഇമ്പാക്റ്റ്, സാമ്പത്തികമായ ഇമ്പാക്റ്റ് എന്താണ്, ഭാരതം എങ്ങനെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പുരോഗമനം പ്രാപിക്കും, അങ്ങനെ വന്നാൽ ഇത് എങ്ങനെ നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയതായ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഈ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, മഹാത്മാഗാന്ധി ഹിന്ദുത്വത്തെക്കുറിച്ച് എഴുതിയ കാര്യങ്ങൾ ഒന്ന് കോൺഗ്രസ്സുകാരോ രണ്ടാമത് ഒന്ന് വായിക്കണം. ഇനി പറ്റിയില്ല എങ്കിൽ നമ്മുടെ ഇന്നത്തെ കോൺഗ്രസ് നേതാവായിട്ടുള്ള നമ്മുടെ ആദരണീയനായിട്ടുള്ള MP കൂടിയായിട്ടുള്ള ശ്രീ ശശി തരൂർ, അദ്ദേഹം 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാനൊരു ഹിന്ദുവായി, 2 ഹിന്ദു മാർഗം. ആ ഹിന്ദു മാർഗം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഞാനൊരു ഹിന്ദുവായി എന്ന പുസ്തകം ഇറങ്ങിയപ്പോൾ അതിനെ സ്വീകരിച്ചത് കണ്ട ആവേശത്തിലാണ് ഞാൻ രണ്ടാമത് എഴുതുന്നത്. അതായത് പുസ്തകം ഹിന്ദുവിനെ കുറിച്ചാണ് എങ്കിൽ, സനാതനധർമ്മത്തെക്കുറിച്ചാണ് എങ്കിൽ അത് ആത്മാർത്ഥമായി സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹം അതിൽ എഴുതുന്നുണ്ട്. അദ്ദേഹം വളരെ മനോഹരം മണ്ടത്തരങ്ങൾ കുറെ എഴുതുന്നുണ്ട്, അത് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. പക്ഷേ ഈ രാജ്യം കാലാനുസൃതമായി വളരെ യുഗാന്തരമായി വളർന്നു വന്ന ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ശങ്കരാചാര്യരും മറ്റ് ആത്മീയ നേതാക്കന്മാരെല്ലാം ഈ രാജ്യത്തിൻ്റെ ഏകതയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പരിശ്രമത്തെക്കുറിച്ച് മനോഹരമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് സുഹൃത്തുക്കൾ മാത്രമല്ല മറ്റുള്ള ആളുകളും ശശി തരൂരിൻ്റെ ഈ പുസ്തകം ഒന്ന് വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഈ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മഹാകുംഭമേള നടക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്നത് കേരളീയർക്കാണ്. അതിന് കാരണം ശങ്കരാചാര്യരുടെ പങ്കാണ്.
ശങ്കരാചാര്യരുടെ നേതൃത്വത്തിൽ നടന്ന ദശനാമി സമ്പ്രദായത്തിൽപ്പെട്ട സന്യാസി വര്യന്മാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഈ മേളയെക്കുറിച്ച്, ത്രിവേണി സംഗമത്തെക്കുറിച്ച് എന്തിനാണ് ഇത് എന്ന് പറയുന്ന ത്രിവേണി സ്തോത്രം എന്നൊരു കൃതിയുണ്ട്. ആ കൃതിയിൽ ശങ്കരാചാര്യ സ്വാമികൾ പറയാണ്, മംഗല്യ സമ്പത്തി സമൃദ്ധവേണി ശ്രീമത് പ്രയാഗ ജയതീ ത്രിവേണി എന്നാണ്. എല്ലാ തരത്തിലുള്ള ഐശ്വര്യത്തിനും സമ്പത്തിൻ്റെയും അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഈ മഹാസംഗമം, ആ മഹാസംഗമം നടക്കുന്ന ത്രിവേണി വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ ത്രിവേണി സ്തോത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കേണ്ടി വരും. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും അതിൻ്റെ പരമമായ ലക്ഷ്യം മോക്ഷം, ആത്മീയ സാധന, ആധ്യാത്മികതയാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അതിനൊക്കെ ഉപരിയായി ഇവിടുത്തെ സാധാരണ ജനങ്ങളെ, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് എന്ന് 1884 തോന്നുന്നു ഒരു വിദേശി, അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി, ഒരു ട്രാവൽ ആൻഡ് അഡ്വഞ്ചർ ഇൻ അപ്പർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം 1843 പ്രസിദ്ധീകരിച്ചിരുന്നു. അദ്ദേഹം അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ഇത് ആത്മീയമായൊരു സംഘടന, ഒരു സംവിധാനമാണ്. ഇതിൽ സന്യാസിമാരുടെ സ്നാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ വ്യാപാരമായ ഒരു വലിയൊരു ഘടകമുണ്ട്. ഇതിൽ സാധാരണക്കാരാണ് പങ്കാളികളാവുന്നത്. അതിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നിത്യോപയോഗത്തിന് വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളാണ്. ഇത് കാണിക്കുന്നത് കാലാകാലങ്ങളായി ജനങ്ങളുടെ ജീവിതവും തൊഴിലും സമ്പത്തും അതിനെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു മഹാസംഗമമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിനെ വിമർശിക്കാൻ തെറ്റുകളുണ്ടെങ്കിൽ നേരത്തെ മാഡം സൂചിപ്പിച്ചിരുന്നു, ചില വിമർശനങ്ങൾ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കും. അതിനെ നമ്മൾ വിമർശിക്കേണ്ടതുണ്ട്, തെറ്റുകൾ അത് ഇല്ലാതാക്കേണ്ടതുണ്ട്. എല്ലാ പ്രവൃത്തികളും നമ്മൾ ആരും ന്യായീകരിക്കുകയില്ല. പക്ഷേ രാജ്യത്തെ നാം മറക്കരുത്, ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ നാം മറക്കരുത്, ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെ നാം മറക്കരുത്. മഹാഭൂരിപക്ഷം വരുന്നതായ കോടിക്കോടി ജനങ്ങളുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കരുത്. അങ്ങനെ വെല്ലുവിളിച്ചാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചരിത്രം സാക്ഷിയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ചരിത്രപരമായ മണ്ടത്തരങ്ങളിൽ നിന്നും മാറി നിൽക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ഓക്കെ സർ. യെസ്, അഡ്വക്കേറ്റ് സേനാപതി വേണു, നടേശ സാറ് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ പാരമ്പര്യത്തെ ഒക്കെ മറന്ന് കളിച്ചാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കേണ്ട. ഏറ്റവും ചുരുങ്ങിയ വർഷം ശശി തരൂർ എഴുതിയ പുസ്തകം എങ്കിലും കോൺഗ്രസ്സുകാർ വാങ്ങി വായിക്കട്ടെ. പ്രത്യേകിച്ച് ഖാർഗെയ്ക്ക് ഒരു കോപ്പി ഉടൻ തന്നെ എത്തിക്കേണ്ടതാണ്. എന്തിനാണ് ഇങ്ങനെ നിരന്തരം ഈ സനാതന ധർമ്മത്തെ, നമ്മുടെ സംസ്കാരത്തെ ഇങ്ങനെ വിമർശിക്കുന്നത്? അതുകൊണ്ട് എന്ത് നേട്ടമാണ് കോൺഗ്രസ്സിനുണ്ടാകാൻ പോകുന്നത്? ഞാൻ ആദരണീയനായ MP നടേശൻ സാറിന്റെ വാക്കുകളെ അങ്ങനെ സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ പോലെ ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ ചോദ്യം ചെയ്യാനോ ഉള്ള അറിവുകളൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വളരെ സശ്രദ്ധം അദ്ദേഹത്തിന്റെ മുഴുവൻ വാക്കുകളെയും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, സാറ് അദ്ദേഹം ശശി തരൂരിന്റെ പുസ്തകത്തെ അങ്ങ് രാംചന്ദ്ര ഗുഹയുടെ മറ്റൊരു പുസ്തകമുണ്ട്, ഇതൊരു വലിയ പുസ്തകമാണ്, 1500 പേജുള്ളതാണ്. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ. അത് മാതൃഭൂമി ബുക്സ് ആണോ അല്ലെങ്കിൽ സബ്ജക്ട് ടു കറക്ഷൻ എഴുതിയിട്ടുണ്ട്. ഗാന്ധിക്ക് ശേഷമുള്ള ഇന്ത്യ എന്ന പുസ്തകം വലിയ പുസ്തകമാണ്. താങ്കൾ അതൊന്ന് വായിക്കണം. അപ്പോൾ അങ്ങനെ വായിച്ചു കഴിയുമ്പോൾ അറിയാം എങ്ങനെ ഇപ്പോഴത്തെ ആധുനിക ഇന്ത്യ ഉണ്ടായെന്നും അതിൽ കോൺഗ്രസിന്റെ പ്രസക്തിയും പ്രാധാന്യവും എന്ത് എന്നൊക്കെ അങ്ങേക്ക് കൂടി ബോധ്യപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ അങ്ങയുടെ സനാതന ധർമ്മത്തിലെ പാണ്ഡിത്യമോ അല്ലെങ്കിൽ കുംഭമേളയെ കുറിച്ചുള്ള അങ്ങയുടെ അറിവിനെ കുറിച്ചോ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അങ്ങയുടെ മനസ്സിൽ നിന്ന് തികട്ടി വന്ന ആ കോൺഗ്രസ് വിരോധമുണ്ടല്ലോ, ആ കോൺഗ്രസ് വിരോധത്തിൽ ഞങ്ങൾ അങ്ങയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മുഗൾ ഭരണം 600 കൊല്ലം നീണ്ടു നിന്നു. ബ്രിട്ടീഷ് ഭരണം എന്തുകൊണ്ട് 200 കൊല്ലത്തിൽ അവസാനിച്ചു എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയും മഹാത്മാഗാന്ധി എന്ന ഒരു രാഷ്ട്രീയ നേതാവും ഇന്ത്യയിൽ ഉദയം ചെയ്ത് ആ ഉദയത്തിൽ നിന്നുണ്ടായ സമരത്തിന്റെ പരിണിത ഫലമായിട്ടാണ്. അങ്ങ് പറയുന്നതോ അങ്ങ് പ്രതിദാനം ചെയ്യുന്നതോ ആയ ഒരു ആളുകളും ആ സമരത്തിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതിന് അവകാശം ഉന്നയിക്കുന്ന ആളുകൾ ആരും
ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അന്ന് ഞങ്ങളോടൊപ്പം ഇല്ലായിരുന്നു സാർ. ഇന്ന് നമ്മൾ കുംഭമേളയെക്കുറിച്ചും ഇല്ലെങ്കിൽ സായിപ്പ് കുംഭമേളയ്ക്ക് തടസ്സം ഉണ്ടാക്കാതിരിക്കുന്നതിനുമൊക്കെയായി ഈ കുംഭമേളയൊക്കെ ഈ രാജ്യത്ത് നടക്കാനായി ഞങ്ങളൊരു 10-65 കൊല്ലക്കാലം സമരം ചെയ്തു. ആ സമരത്തിലൂടെയാണ് സാർ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായതും ഇന്ന് കാണുന്ന ഭരണഘടനയും ഇന്ന് കാണുന്ന സംവിധാനങ്ങളും ഇന്ന് കാണുന്ന രാഷ്ട്രവും ഒക്കെ ഉണ്ടായത്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. മഹാത്മാഗാന്ധിയെ പോലൊരു നേതാവ് നേതൃത്വം കൊടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അങ്ങ് കളിയാക്കിക്കൊണ്ട് ഇവിടെ പറഞ്ഞത് റോക്കറ്റ് വിട്ടാൽ പട്ടിണി മാറിയൊന്ന് ഞങ്ങളല്ല പറഞ്ഞത്, അത് VS അച്യുതാനന്ദൻ പറഞ്ഞല്ലോ. കേൾക്കൂ എന്നെ തുടരാൻ കമ്മ്യൂണിസ്റ്റുകാരനെ പറഞ്ഞത് അത് എടുത്തു കാണിക്കണ്ടേ? ഞങ്ങൾ സാർ ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണ തറയുണ്ടാക്കിയത് ഞങ്ങളാണ് സാർ ISRO ഉണ്ടാക്കിയത്. ഞങ്ങളാണ് സാർ ചാന്ദിപ്പൂരിൽ നിന്നും ബ്രഹ്മോസും അതുപോലുള്ള എന്താ പറഞ്ഞ മിസൈലുകളൊക്കെ വിക്ഷേപിക്കാനുള്ള സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടാക്കിയത്. അതുണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ പുതിയ ആളുകളൊക്കെ വന്നിരിക്കുന്നത്. ചന്ദ്രയാൻ ദൗത്യം അത് തുടങ്ങാനുള്ള കാരണം ഞങ്ങൾ ഉണ്ടാക്കിയ ISRO ആണ് സാർ. ചൊവ്വയിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഞങ്ങളാണ്. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. നമ്മളിപ്പോ കുംഭമേളയെ കുറിച്ച് സംസാരിക്കുന്നു. ആ കുംഭമേള ഇന്നോ ഇന്നലെയോ മെനിഞ്ഞാന്നോ അല്ല, അത് ഫ്രം ടൈം ഇമ്മമോറിയൽ തുടങ്ങിയ കുംഭമേളയാണ്. അത് സാർ അതിൻ്റെ അകത്ത് ഭരണകൂടത്തിന് അവിടെ ഏക ഉത്തരവാദിത്വം സുരക്ഷ മാത്രം ഒരുക്കുക. അത് മാത്രമാണ് ഭരണകൂടത്തിന്റെ. ബാക്കി എല്ലാ കാര്യങ്ങളും അത് ദശാബ്ദങ്ങളല്ല, ശതാബ്ദങ്ങളല്ല, സഹസ്രാബ്ദങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ പോകുമ്പോഴാണ് സാറ് ഇതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ 169 കിലോമീറ്റർ യാത്ര ചെയ്താൽ അവിടുന്ന് 169 കിലോമീറ്റർ യാത്ര ചെയ്താൽ പുതിയ രാമജന്മ ക്ഷേത്രത്തിൽ കൂടി ചെല്ലാം എന്നുള്ളതാണ്. എനിക്ക് കൗതുകരമായിട്ട് തോന്നിയത് കഴിഞ്ഞ ദിവസത്തെ ബഹുമാന്യായ RSSന്റെ നേതാവ് എന്താ പറഞ്ഞ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അത് ജാനുവരി മാസം 22 മോഹൻ ഭാഗവത് അദ്ദേഹം പറഞ്ഞത് 2024 ജാനുവരി മാസം 22-ാം തീയതിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയത് എന്നൊക്കെ ഇപ്പോഴും തട്ടിവിടുമ്പോ അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങളെ അത് ഏത് രീതിയിൽ ഇല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ സനാതന ധർമ്മത്തെയോ ഹിന്ദു ധർമ്മത്തിന്റെ പ്രാധാന്യത്തെയോ അവിടെ പങ്കെടുക്കുന്ന സന്യാസി വര്യന്മാരുടെ സാർ ഏത് മേളകളിലും വ്യാപാരം അതൊരു പ്രധാന ഘടകമല്ലേ? അതല്ലേ ഗുരുദേവൻ ശിവഗിരിയിൽ അദ്ദേഹത്തിന്റെ തീർത്ഥാടനത്തെ കുറിച്ച് പറഞ്ഞേ. അവിടെ വ്യവസായത്തെ കുറിച്ച് പഠിക്കണം, കൃഷിയെ കുറിച്ച് പഠിക്കണം, ശുദ്ധിയെ കുറിച്ച് പഞ്ചശുദ്ധിയെ കുറിച്ച് പഠിക്കണം. ഇതെല്ലാം അദ്ദേഹം അരുളി ചെയ്തിരിക്കുക. അപ്പം കുംഭമേള പോലെ 40 കോടി 50 കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു മേള അത് ആദ്യത്തെ സംഭവമല്ല. ആദ്യത്തെ സംഭവം എന്ന രീതിയിൽ ഇവിടെ യോഗി AICC പ്രസിഡന്റ് ചോദിച്ചത് ഈ ഗംഗാ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ മാറുമെന്ന് ആണ് ചോദിച്ചത്. അടുത്ത സേനാപതി വേണു തൊഴിൽ കിട്ടുമോ എന്നാണ് ചോദിച്ചത്. ഗംഗാ സ്നാനം നടത്തിയ തൊഴിൽ കിട്ടുമോ എന്നാണ് ചോദിച്ചത്. കുംഭമേളയുടെ അതായത് MV നടേശൻ സാർ കൃത്യമായിട്ട് പറഞ്ഞു. അത് വ്യാപാരം വാണിജ്യം എല്ലാം കൂടിച്ചേർന്നതാണ് അത്. അപ്പോൾ നോക്കൂ, എത്രയോ ലക്ഷം ജനങ്ങൾക്ക് തൊഴിൽ കിട്ടുകയാണ്. ആ ഒരു മേഖല, ആ ഒരു ഏരിയ. ഞാൻ ആ കാര്യത്തെ തൊഴിലിനെ കുറിച്ചല്ലോ. കുംഭമേളയിൽ വരുന്ന ആളുകൾ അവിടെ വ്യാപാരമോ അല്ലെങ്കിൽ തൊഴിലോ കച്ചവടമോ നടത്തി ആ തൊഴിലിനെ കുറിച്ചല്ലല്ലോ മല്ലികാർജുന ഖാർഗെ പറഞ്ഞത്. മല്ലികാർജുന ഖാർഗെ പറഞ്ഞത് പ്രതിവർഷം 2 കോടി പ്രതിവർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ 10 കൊല്ലം കൊണ്ട് 20 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം. ആ തൊഴിലിനെ കുറിച്ചാണ് മല്ലികാർജുന ഖാർഗെ പറഞ്ഞത്. അതല്ലാതെ കുംഭമേളയിൽ ആളുകൾ വരുന്ന മാലവിക്കാൻ വരുന്നവരോ മനസ്സിൽ ഇതൊക്കെയായിരുന്നു. എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഖാർഗെയുടെ മനസ്സിൽ ഖാർഗെ ഉദ്ദേശിച്ചത് ഇതൊക്കെയാണെന്ന് എങ്ങനെയാ പറയണ്ടേ? ഒന്നുകിൽ അത് കൃത്യമായിട്ട് പറയണ്ട. അല്ലാതെ ഗംഗാ സ്നാനം ചെയ്താൽ പട്ടിണി മാറുമോ, ഗംഗാ സ്നാനം ചെയ്താൽ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോടാണ് അദ്ദേഹം ചോദിക്കുന്നത്, നമ്പ്യാരെ ചോദിച്ചത്. അത് നിങ്ങളുടെ വ്യാഖ്യാനം. ഇവിടെ മാഡം സൂചിപ്പിച്ച അല്ലെങ്കിൽ മാഡം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി പോകട്ടെ, കുംഭമേളയിൽ പോകട്ടെ. എന്താ രാഹുൽ ഗാന്ധി കുംഭമേളയിൽ പോകുന്നതിനുള്ള തടസ്സം എന്താ? അദ്ദേഹം പോയാൽ കുഴപ്പം ഇല്ല, പോണല്ലോ. രാമക്ഷേത്രത്തിൽ എന്താ അല്ല, നിങ്ങള് അമിത്ഷാ മുങ്ങിയാൽ മാഡം
പ്ലീസ് നിങ്ങൾ അമിത്ഷാ പോകുന്നതും അല്ലെങ്കിൽ യോഗി ആദിത്യനാഥും പോകുന്നതാണ് കുംഭമേള എന്ന രീതിയിൽ ഇതിനെ വരുത്തി തീർക്കുമ്പോഴാണ് ഞങ്ങൾ വിമർശിക്കുന്നത് അമിത്ഷായെയും നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ യോഗി ആദിത്യനാഥിനെയും ഒക്കെയാണ്. ഞങ്ങൾ കുംഭമേളയെ അല്ല വിമർശിച്ചത്. ആ വിമർശനം അത് ഭരണകൂടത്തോടുള്ള വിമർശനമാണ്. ആ വിമർശനം ഞങ്ങൾ വിമർശിക്കുമ്പോൾ ആ പശ്ചാത്തലം കൂടി നോക്കണമല്ലോ. അതാണ് നേരത്തെ യുവരാജ് ഗോകുലൂടെ പറഞ്ഞത്. നിങ്ങൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ വിമർശനം ഉന്നയിച്ചത് എന്നുകൂടി പരിശോധിക്കണമായിരുന്നു. അങ്ങനെ ഉണ്ടായില്ല. അല്ല, അത് നിങ്ങൾക്ക് വിമർശിക്കാമല്ലോ. ഞങ്ങൾ പറയുന്നു, മല്ലികാർജുന ഖാർഗെ ചോദിച്ച ചോദ്യം ഇതാണ്. 2 കോടി ആളുകൾക്ക് പ്രതിവർഷം തൊഴില്, ഇന്ത്യയിലെ കൃഷിക്കാരന്റെ വരുമാനം അവന്റെ ചെലവിന്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 50 രൂപ ചെലവുള്ളവന് 150 രൂപ പ്രോഡക്റ്റിന് കിട്ടുന്ന ആ വരുമാനം വർദ്ധിപ്പിക്കും എന്ന് ഇന്ത്യയിലെ കൃഷിക്കാരോട് പറഞ്ഞ നിങ്ങൾ കോൺഗ്രസ് ഇവിടെ ഭരിച്ച സമയത്ത് നിങ്ങൾ തേനും പാലും ഒഴുക്കുകയായിരുന്നു. അങ്ങനെയാണ് കോൺഗ്രസ് തന്നെ അധികാരത്തിൽ തുടരുമായിരുന്നില്ലേ? നിങ്ങളെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ജനങ്ങൾ മാറി ചിന്തിച്ചത്. അതിനവരെ കുറ്റം പറയാൻ പറ്റുമോ? അല്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇതാ കുംഭമേളയുടെ പിതൃത്വം പോലും കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുക. ഞങ്ങളുടെ കാലത്താണ് ഇത് തുടങ്ങിയത്. 400 കിട്ടുമെന്ന് പറഞ്ഞവര് 240 എങ്ങനെയാ സാർ പോയത്? പാലും തേനും ഒഴുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ 303 നിന്ന് മുകളിലോട്ടല്ലായിരുന്നോ പോകേണ്ടത്? എങ്ങനെയാ താഴോട്ട് വന്നത്? അത് താഴോട്ട് വരാനുള്ള കാരണം 10 കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയുടെ വോട്ട് ഭൂരിപക്ഷം 5,90,000 നിന്ന് 1,36,000 താഴ്ന്നു സാർ. അത് താഴാനുള്ള കാരണം എന്തെന്ന് നിങ്ങൾ പഠിക്ക്. ഞങ്ങളെ നന്നാക്കാൻ നിങ്ങൾ വരുന്നു, നല്ല കാര്യം, ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ നിങ്ങൾ പഠിക്ക്, അത് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, യുവരാജ്, ഇപ്പോൾ കുംഭമേളയുടെ പിതൃത്വം പോലും കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ് എന്നാണ് സേനാപതി വേണു പറഞ്ഞു. അങ്ങനെയാണല്ലോ, അതാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ല. പക്ഷേ യോഗി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ നടത്തുന്നത് പോലെ ആയിരുന്നോ കുംഭമേള നടത്തിയിരുന്നത് എന്നുകൂടി പറയണമായിരുന്നു. താങ്കൾ അത് പറഞ്ഞില്ല. എങ്ങനെ ഒരു മിനിറ്റ് ഞാനത് കേട്ടില്ല. എന്നാ പറഞ്ഞേ? അല്ല, ഇപ്പോൾ 45-നും 50 കോടിക്കും ഇടയിൽ ആളുകൾ ഒഴുകിയെത്തുന്നു ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും, അല്ലേ? അവർക്ക് ഈ മേളയുടെ സംഘാടനത്തെക്കുറിച്ച്, നടത്തിപ്പിനെക്കുറിച്ച് ഒരു പരാതി പോലുമില്ല. പണ്ട് അങ്ങനെ ആയിരുന്നോ? ഇപ്പോൾ അല്ല, നുസ്രത് ജഹാൻ പറഞ്ഞത് കേട്ടല്ലോ താങ്കൾ. പണ്ട് ഇങ്ങനെ ആയിരുന്നോ? ഇത്രയും അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് അങ്ങനെയാണോ? ഇതെല്ലാം നമ്മൾ മുഖാമുഖം കണ്ടുകൊണ്ടല്ലേ. അന്ന് എങ്ങനെയാ സുരക്ഷ ഒരുക്കുന്നത്? ഒരു ഭാഗത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പഴയ ലാത്തിയും വടിയുമായിട്ട് നിൽക്കും, എന്നിട്ട് ഒരു മെസ്സേജുമായിട്ട് അപ്പുറത്തെ ആളുകൾ പോകും അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. ഇന്നിപ്പോഴാണോ ഇതെല്ലാം CCTV? 2014 വരെ അങ്ങനെയായിരുന്നോ? കാലം പുരോഗമിച്ചു സാർ, ലോകം പുരോഗമിച്ചു. അതിനുള്ള മാറ്റം അവിടെ ഉണ്ടായിരിക്കുന്നു. അതല്ലാതെ അത് മോദിയുടെ ലോകം പുരോഗമിച്ചത് 2014 ശേഷമാണോ? അടുത്ത ഗവൺമെന്റ് വരുമ്പോ 144 വർഷത്തിൽ നമ്മളില്ല. പക്ഷെ അടുത്ത 12 വർഷം കഴിഞ്ഞ് വരുമ്പോ അന്ന് ഉണ്ടാകുന്ന ഗവൺമെന്റ് ഇതിലും ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ നടത്തും. അങ്ങനെ ആ ലോകത്തെല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അങ്ങനെയേ നടന്നിട്ടുള്ളൂ, അങ്ങനെയേ നടക്കുകയുള്ളൂ. അതല്ലാതെ ഞങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്, ഞങ്ങളുടെ മാത്രം ഗുണമാണ് എന്ന് പറയുന്നത് ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇപ്പൊ എന്തായാലും പുറത്തു വന്നു എന്താണ് ഇവർ ഉദ്ദേശിച്ചതെന്നുള്ളത്. മേള അല്ല, കുംഭമേള ഇത്രയും എന്താ പറയണ്ടേ, അതിനൊരു ആഗോള പ്രശസ്തി വലിയൊരു പ്രചാരം ലഭിക്കുന്നു. അതിലുള്ള അസൂയ, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഖാർഗെയുടെ നാക്കിൽ നിന്ന് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായത് എന്നുള്ളതാണ് എനിക്ക് കുംഭമേളയുടെ പ്രചാരം എന്ന് പറയുന്നത്. അത് BJPയുടെ സംഘപരിവാറിന്റെയോ വല്ലതും എന്താ പറഞ്ഞേ, അവരുടെ മുതൽ വല്ലതും ആണോ? അല്ലല്ലോ. ശരി യുവരാജ് മറുപടി പറയട്ടെ. കച്ചവടക്കാരല്ല RSS BJPയും. അതാണ് ഞങ്ങൾ പറയുന്നത്. സനാതന ധർമ്മത്തെ പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്? വിദേശത്ത് പോയി രാഹുൽ ഗാന്ധി പല കാര്യങ്ങളും പറയുന്നു, കുറ്റപ്പെടുത്തുന്നു. സ്വദേശത്ത് AICC അധ്യക്ഷൻ വിമർശിക്കുന്നു. ധർമ്മത്തിന്റെ മറവിൽ നടക്കുന്ന നിങ്ങൾ ഈ സനാതന ധർമ്മത്തെ അല്ലാതെ മറ്റേതെങ്കിലും മതങ്ങളെ നിങ്ങൾ വിമർശിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഹജ്ജിന് പോകുന്നവരെ കളിയാക്കാൻ ഖാർഗെയുടെ നാക്ക് പൊങ്ങുമോ? പൊങ്ങില്ല. അഡ്വക്കേറ്റ് സേനാപതി വേണു, താങ്കൾക്കും അതറിയാം. അതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് നിങ്ങൾ കളിക്കുന്നത്. യെസ്, സേനാപതി, ക്ഷമിക്കണം, യുവരാജ് ഗോകുൽ ഞാൻ പറഞ്ഞത് ഒരു നിമിഷം, ഞാൻ വരാം. യുവരാജ് ഗോകുൽ.
അല്ല, ഇതിനകത്ത് അങ്ങ് പറഞ്ഞു 12 വർഷം കഴിയുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് നടക്കുമെന്ന്. തീർച്ചയായിട്ടും സാർ, കാരണം 12 വർഷം കഴിയുമ്പോഴും കോൺഗ്രസ് തീർച്ചയായിട്ടും പ്രതിപക്ഷത്ത് തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. കാരണം എന്തായാലും ഭരണത്തിലുണ്ടാവില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. പ്രതിപക്ഷത്ത് തന്നെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 12 വർഷം കഴിയുമ്പോൾ ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കും എന്ന് ഞാൻ അങ്ങയോട് വിനയപുരസരം പറയുകയാണ്. ഇനി അങ്ങ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാനായിട്ടുണ്ട്. ഇന്ത്യയെ നിർമ്മിച്ചത് കോൺഗ്രസ് ആണെന്നാണ് അങ്ങ് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. സർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് എ.ഒ. ഹ്യൂമാണ് ഉണ്ടാക്കിയത് എന്നുണ്ടെങ്കിലും അത് ഒരു സംഘം ഭാരതീയരെല്ലാവരും കൂടി ചേർന്ന് ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തിൻ്റെതായ മൂല്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് മുൻപോട്ട് പോയിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ടൊക്കെ പരിണമിക്കുന്നത് 1947 ശേഷമാണല്ലോ. 1947 ഓഗസ്റ്റ് 15 ഭാരതം സ്വതന്ത്രമാകുന്ന സമയത്ത്, ടെക്നിക്കലി സ്വതന്ത്രമാകുന്ന സമയത്ത് മഹാത്മാഗാന്ധി തന്നെ ആവശ്യപ്പെട്ടത് അല്ലല്ല, ഞാൻ പറയട്ടെ സാർ, കംപ്ലീറ്റ് ചെയ്യട്ടെ സാർ. 1950 സാർ നമുക്ക് ഭരണഘടനയൊക്കെ നിലവിൽ വന്ന്. 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് നമ്മളൊരു ടെക്നിക്കലി സ്വാതന്ത്ര്യത്തിലേക്ക് പോയി എന്നുള്ളതേ ഉള്ളൂ. ഒരു പൂർണ്ണ റിപ്പബ്ലിക്കായിട്ടൊക്കെ മാറുന്ന 1950 മാത്രമാണല്ലോ. ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കോൺഗ്രസ് പിരിച്ചുവിടണമെന്നാണ് അന്ന് മഹാത്മാഗാന്ധി തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചിട്ടുണ്ട്, RSSകാർ പ്രവർത്തിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഒരു സംഘടനകളുടെയും ഭാഗമല്ലാത്തവർ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിവിധ ആശയങ്ങളിൽ വിശ്വസിച്ചിരുന്നവർക്കും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഉള്ള ഒരു പോരാട്ടത്തിനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോമായിട്ട് നിലനിന്നതാണ്. അതിനെ ജവഹർലാൽ നെഹ്റു ഒരു അവസരമായി കണ്ടു. അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി അദ്ദേഹം കൺവേർട്ട് ചെയ്തു. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി ഈ കോൺഗ്രസിൻ്റെ മുഴുവൻ ലെഗസി ആ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും ഞങ്ങളാണ് സ്വാതന്ത്ര്യം നേടിയത് എന്നുള്ള തലത്തിലേക്ക് മുമ്പോട്ട് പോവുകയും ചെയ്തു. അതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. കാരണം അതുവരെയും കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നിരുന്ന ഒട്ടുമുക്കാൽ നേതാക്കളും 90% നേതാക്കളും അതിനോടൊപ്പം തന്നെ നിലയുറപ്പിച്ചിരുന്നത് കൊണ്ട് ആ ലെഗസി തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് തന്നെ വരും. അതുകൊണ്ട് മാത്രം മറ്റുള്ളവരാരും ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് സാർ ശരിയാവുക? ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായില്ലായിരുന്നുവെങ്കിലും മറ്റൊരു പേരിൽ മറ്റൊന്നുണ്ടാവുമായിരുന്നു. കാരണം ഭാരതം ഈ സാർ പറഞ്ഞല്ലോ, മുഗളന്മാർക്കെതിരായിട്ട് മുഗളന്മാർ എത്ര വർഷം ഭരിച്ചു എന്ന് പറയുമ്പോൾ മുഗളന്മാർക്ക് കീഴടക്കാൻ കഴിയാതിരുന്ന അഹം സാമ്രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു, മറാഠ സാമ്രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു, വിജയനഗര സാമ്രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഭാരതം ഒരു കാലഘട്ടത്തിലും ആയുധം താഴെ വെച്ചിട്ടോ പരിപൂർണമായിട്ട് മാർക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞിട്ടോ ഇല്ല. ഭാരതത്തിൻ്റെ ഒന്നല്ലെങ്കിലും മറ്റൊരു പ്രദേശം സദാകാലവും പോരാടി തന്നെയാണ് നിലനിന്നിരുന്നത്. അല്ലാണ്ട് നിങ്ങൾ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരുന്നത് പോലെ മുഗളന്മാർ ഇവിടെ വന്ന് കയറി ഇറങ്ങിയിട്ട് പോയപ്പോൾ ബാക്കി എല്ലാവരും കൂടി കയ്യും കെട്ടി അങ്ങ് നോക്കി വെക്കുമൊന്നും അല്ലായിരുന്നു. 10-17 തവണ സോമനാഥ ക്ഷേത്രം ഇവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 17 തവണ അത് പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ചരിത്രം. 17 തവണ തകർത്തു എന്നുള്ളത് മാത്രമല്ല, 17 തവണയും അത് പുനർനിർമ്മിച്ചു എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ ചരിത്രം. എന്തുകൊണ്ടാണ് രാമജന്മഭൂമിയിൽ 500 വർഷം പോരാട്ടം നടന്നതുകൊണ്ട് മാത്രമാണ് സാർ കോടതിയിൽ ആ 920 പേജുള്ള ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഒന്നെടുത്ത് പരിപൂർണമായിട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മലയാള മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് അത് എങ്ങനെയാണ് ഒരു പള്ളിയായതെന്നും അത് പള്ളിയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നും ഒക്കെ ഉള്ള വിശദമായ ചർച്ചകൾ അവിടെ ഉണ്ട് സാർ. ഒരു കാലഘട്ടത്തിലും ഭാരതമോ ഭാരതീയരോ ഹൈന്ദവരോ ഒന്നും തന്നെ ഇവിടുത്തെ പോരാട്ടം അവസാനിപ്പിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് തെറ്റാണ്. അത് സ്വാമി വിവേകാനന്ദനിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് കയറി വന്നിട്ടുള്ള ആൾക്കാരാണ്. സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ഒക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈവൻ മഹാത്മാഗാന്ധി പോലും തന്നെ പറഞ്ഞിട്ടുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇവിടെ നടക്കുന്ന സമയത്ത് ഝാൻസി റാണിയുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ലായിരുന്നു സാർ. അന്നും ഭാരതം പോരാടിയിട്ടുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് 65 വർഷത്തെ ചരിത്രമൊന്നും അല്ല ഉള്ളത്. അതിന് ഒരുപാട് കാലഘട്ടത്തിലെ ചരിത്രമുണ്ട്. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് അധിനിവേശം കടന്നു വന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് അതിനെതിരെ പോരാടിയ ഓരോരുത്തരും സ്വാതന്ത്ര്യ സമര സേനാനികൾ തന്നെയാണ്. അല്ലാണ്ട് 65 വർഷത്തെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എ.ഒ. ഹ്യൂം ഉണ്ടാക്കിയതിന് ശേഷമുള്ള കാലഘട്ടത്തിലേക്ക് ഇന്ത്യയുടെ മൊത്തം പിതൃത്വത്തിനെയും കൊണ്ട് കെട്ടരുത് സാർ. അതിന് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രവും പഴക്കവും തഴക്കവുമുണ്ട്. പോരാട്ടങ്ങൾക്ക്
ആ വീര്യമുണ്ട്, പോരാട്ടങ്ങൾക്കും ആ പഴക്കമുണ്ട്. നിങ്ങൾ കുറേ ചരിത്ര പുസ്തകങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ 1947 ശേഷം ഉണ്ടാക്കി വെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ചരിത്രമാവില്ല. പിന്നെ ISRO ഉണ്ടാക്കിയ കാര്യമൊക്കെ പറഞ്ഞു. ISRO ഉണ്ടാക്കിയ കാര്യത്തിനൊക്കെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ നന്ദി പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ടാറ്റയോടും വിവേകാനന്ദനോടും നമ്മുടെ ഇദ്ദേഹത്തിനോട് വോഡയാർ രാജാവിനോടും ഒക്കെയാണ് നമ്മൾ ആദ്യം പോയി നന്ദി പറയേണ്ടി വരിക. നിങ്ങൾ ബാംഗ്ലൂരിൽ പോയിട്ട് IISc ക്യാമ്പസിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ക്യാമ്പസിൽ എന്നും സ്വാമി വിവേകാനന്ദൻ്റെ സ്റ്റാച്ചു ഉൾപ്പെടെ അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് എന്നുള്ളത് അതിൻ്റെ ചരിത്രമൊന്നും അങ്ങ് ഒരുപാട് അറിവുള്ള ആളാണല്ലോ, അങ്ങ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങ് മനസ്സിലാവും. പിന്നെ ഈ നെഹ്റുവും അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളും ഒക്കെ കൂടി മറ്റേ വിദേശ നിർമ്മിത പ്രൈവറ്റ് ജെറ്റുകളിൽ ടൂറ് പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ തുമ്പയിൽ റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗങ്ങളുമായിട്ട് നമ്മുടെ പഴയ കാരിയർ സൈക്കിളിൽ അതിൻ്റെ പാർട്ടും തള്ളിക്കൊണ്ടുവരുന്ന കാഴ്ചകളൊക്കെ ഇന്നും ഫോട്ടോഗ്രാഫുകളായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ISRO ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് എടുത്തിട്ടുള്ള കഷ്ടപ്പാടുകൾ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. 1947 മുതൽ 2025 വരെ ഇന്ത്യ ഭരിച്ച ഓരോ സർക്കാരുകൾക്കും ഇന്ത്യ മുൻപോട്ട് പോയതിൽ കൃത്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ 65 വർഷം കൊണ്ട് കോൺഗ്രസ് ഇവിടെ മലമറിച്ചു എന്നൊന്നും പറയരുത്. ഓരോ കാലഘട്ടങ്ങളിലും അതാത് കാലഘട്ടത്തിന് ചേരുന്നതോ ചേരാത്തതോ ആയിട്ടുള്ള നയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ നയങ്ങളിൽ ചിലത് ഭാരതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട്, ചിലത് ഭാരതത്തെ പിന്നോട്ടടിക്കുവാനും വേണ്ടിയിട്ടും കൊണ്ടുപോയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യയെ എത്രമാത്രം പിന്നോട്ടടിച്ചിരുന്നു എന്നുള്ള കാര്യം 1990 ലിബറലൈസേഷൻ വന്നതിന് ശേഷം നമ്മൾ കണ്ടതാണ്. അപ്പോൾ 1947 മുതൽ 90 വരെ ഇന്ത്യയെ കൊണ്ട് കെട്ടിയിരുന്ന നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത്രയധികം പട്ടിണി ഇക്കാലത്തിലും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. അതില്ല എന്ന് നിങ്ങൾക്ക് പോലും പറയാൻ സാധിക്കില്ല. കാരണം മൻമോഹൻ സിംഗ് ഇപ്പോൾ അന്തരിക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗ് കൊണ്ടുവന്നിരിക്കുന്ന സാമ്പത്തിക വിപ്ലവത്തെക്കുറിച്ചിട്ട് വാതോരാതെ പറഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഇന്ത്യ മൻമോഹൻ സിംഗ് അത് കൊണ്ടുവരാനുണ്ടായ സാഹചര്യങ്ങളും അന്താരാഷ്ട്ര കരാറുകളും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഞാൻ ആ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുകയാണ്. അപ്പോൾ 1990 വരെയുള്ള അവസ്ഥയ്ക്ക് ആരായിരുന്നു കാരണം? അതും കൂടി നിങ്ങൾ പറയണ്ടേ. ഇനി ഈ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനിത് ഈ ഒരു ചർച്ചയിൽ ആ രീതിയിൽ സംസാരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചാൽ എന്നാലും സംസാരിക്കുകയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചില ഇടതുപക്ഷ പ്രൊഫൈലുകൾ നമ്മുടെ നാട്ടിൽ എഴുതി വിട്ടിരുന്ന ചില സാധനങ്ങളുണ്ട്. അതായത് നിങ്ങൾ ന്യൂയോർക്കിലേക്ക് പോയി നോക്കൂ, അവിടുത്തെ നദികൾ ഭംഗിയായാണ് ഒഴുകുന്നത്. നിങ്ങൾ പാരീസിലേക്ക് പോയി നോക്കൂ, അവിടുത്തെ നദികൾ ഭംഗിയായാണ് ഒഴുകുന്നത്. ഭാരതത്തിലേക്ക് വന്ന് നോക്കൂ, ഇവിടുത്തെ നദികളുടെയൊക്കെ അവസ്ഥ ഇതാണ്. കാരണം ഭാരതത്തിൽ ഇതിനെയൊക്കെ അമ്മയായി കാണുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് സത്യമാണ് അവർ പറയുന്നത് കൊണ്ട് മാത്രം സത്യമല്ലാണ്ടാവില്ലല്ലോ. അപ്പോൾ 1947 മുതൽ ഇതുവരെയും ഭാരതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ഭാരതത്തിൻ്റെ ആത്മീയ ടൂറിസം എന്ന് പറയുന്ന ആ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ആ പൊട്ടൻഷ്യലിനെ ഒട്ടുമേ ഉപയോഗിക്കാതെ നമ്മുടെ പരിസരങ്ങളെ മുഴുവനും അത്രയധികം മലീമസമാക്കിക്കൊണ്ടും അതിനെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരണമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാതെയും സ്ലം ഡോഗ് മില്യണയറിൽ പറയുന്നത് പോലുള്ള ഒരു രാജ്യമാക്കി മാത്രം ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയെ അവതരിപ്പിക്കുവാനും മാത്രമാണ് എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് ശ്രമിച്ചിരുന്നത്. 2014 നരേന്ദ്രമോദി വരേണ്ടി വന്നു ഇന്ത്യയിലെ 65% ജനങ്ങൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുവരെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ റെയിൽ പാളങ്ങളിൽ നിരന്നിരിക്കുന്ന മനുഷ്യരായിരുന്നു കാഴ്ച. ഇവിടെ കേരളത്തിലുള്ള ആധുനിക മനുഷ്യർ ഉൾപ്പെടെ ആ പാവപ്പെട്ട മനുഷ്യരെയും അവിടുത്തെ സ്ത്രീകളെ പരിഹസിക്കുവാനല്ലാതെ ഒരു തവണ പോലും അതിന് പരിഹാരം കണ്ടെത്തണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ആരും തന്നെ. ലോകം ഭാരതത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകൾ എങ്ങനെയാണ് കിടന്നിരുന്നത്, ഇന്ത്യയിലെ റെയിൽ ട്രാക്കുകൾ എങ്ങനെയാണ് കിടന്നിരുന്നത്? നമ്മൾ പണ്ട് ഇപ്പോൾ തിരുപ്പതിയിലേക്ക് പോകുന്ന സമയത്തായിരുന്നാലും ശരി തന്നെയാണ്. ഇപ്പോൾ റെനിഗുണ്ട സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ കാളഹസ്തി ക്ഷേത്രത്തിലേക്ക് 2011 പോകുന്ന സമയത്ത് കാണുന്ന 2 വരിയിൽ നിരനിരയായിട്ടിരിക്കുന്ന മനുഷ്യരെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. രാവിലെ വെളുപ്പിനെ 5-5:30 മണിയാവുന്ന സമയത്ത്. ആ സാഹചര്യത്തിൽ നിന്ന് ഭാരതം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഇന്ന് 40 കോടി പേര് ഇവിടെ വരുന്ന സമയത്ത് ആപ്പിളിൻ്റെ സ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യ ഉൾപ്പെടെ സനാതന ധർമ്മത്തിലേക്ക് വരുന്ന സമയത്ത് ഭാരതത്തിനെ അതിൻ്റെ യഥാർത്ഥ പൊട്ടൻഷ്യലിൽ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഭരണാധികാരി ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഭരണകൂടം ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ 10 വർഷത്തിലാണ് സാർ.
ഈ 10 വർഷത്തിൽ ചെയ്തിരുന്നത് പോലുള്ള പൊട്ടൻഷ്യൽ ഭാരതം എന്താണ് എന്ന് കൃത്യമായി ലോകത്തിന് മുന്നിൽ പ്ലേസ് ചെയ്യാനുള്ള ഒരു പരിശ്രമമെങ്കിലും നെഹ്റുവിന്റെ കാലം മുതൽ ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2014 ഇറങ്ങിപ്പോകുന്ന സമയത്ത് 26% 30% പോവർട്ടി ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. കാരണം അത്രയേറെ ഭാരതം ബ്രാൻഡ് ചെയ്യപ്പെടുമായിരുന്നു. നിങ്ങളൊരു താജ്മഹലിലേക്ക് മാത്രം ഇന്ത്യയുടെ ടൂറിസത്തിനെ തളച്ചിട്ടിരുന്നിടത്ത് നിന്നാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം മുതൽ മഹാബലിപുരത്തെ അത്ഭുതപാറ മുതൽ ഈ ഭാരതത്തിന്റെ നൂക്ക് ആൻഡ് കോർണറിനെ ലോകത്തിന്റെ മുൻപിലേക്ക് തുറന്നിടുവാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചത്. അങ്ങിപ്പോ പറഞ്ഞു ആധുനികമായ ടെക്നോളജികൾ വന്നിട്ടുണ്ട്. ആ ടെക്നോളജികൾ വന്നതുകൊണ്ടാണ് പുതിയ പുതിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതെന്ന്. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ് അദ്ദേഹം ക്യാമ്പയിൻ ലോഞ്ച് ചെയ്ത സമയത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? നിങ്ങൾ പരിഹസിക്കുകയായിരുന്നു. ഡിജിറ്റൽ ഇക്കോണമി കൊണ്ടുവരുന്ന സമയത്ത്, ലെസ് ക്യാഷ് ഇക്കോണമി കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? നിങ്ങളുടെ പഴയ സാമ്പത്തിക മന്ത്രിയാണ് പാർലമെന്റിനകത്ത് നിന്ന് പരിഹസിച്ചത്. മീൻ കച്ചവടക്കാരുടെ ഇതുണ്ടാവുമോ, മലക്കറി കച്ചവടക്കാരുടെ ഇതുണ്ടാവുമോ, മുറുക്കാൻ കടക്കാരുടെ ഇതുണ്ടാവുമോ? ഉണ്ട് സാർ, ഇപ്പൊ ഉണ്ട്. നിങ്ങൾക്കതിന് അന്ന് പറ്റുന്നില്ലായിരുന്നു, ഞങ്ങൾക്കത് സാധിച്ചു. അപ്പോൾ ഭാരതത്തിനെ കൃത്യമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സനാതന ധർമ്മത്തിനെ, ഹിന്ദു ധർമ്മത്തിനെ, ഭാരതത്തിന്റെ റിയൽ ആയിട്ടുള്ള ആത്മീയ പൊട്ടൻഷ്യലിനെ കൃത്യമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് 60-65 വർഷം ഭരിച്ച നിങ്ങളുടെ സർക്കാരുകൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് പല അജണ്ടകളുണ്ടാവും. കാരണം നിങ്ങൾ ഭാരതത്തിനെ ആ രീതിയിൽ ലോകത്തിൻ്റെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ, ഭാരതത്തിൻ്റെ ആ പൊട്ടൻഷ്യലിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, സ്വാഭാവികമായി നിങ്ങളുടെ ഇതായിട്ടുള്ള ചില വോട്ട് ബാങ്കുകൾ നിങ്ങൾക്കെതിരാവും. അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കുംഭമേളയെ നിങ്ങൾ മുമ്പോട്ട് വെച്ചാൽ, അല്ലെങ്കിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിനെ മുമ്പോട്ട് വെച്ചാൽ, അജന്ത എല്ലോറയെ മുമ്പോട്ട് വെച്ചാൽ, നിങ്ങൾക്ക് താജ്മഹലിന് അപ്പുറത്തേക്കുള്ള ഒരു ഭാരതത്തിനെ നിങ്ങൾക്ക് മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പൊ കണ്ടല്ലോ, ഒരു സാധാരണ ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ പോലും അതിനെ തട്ടിമാറ്റിയിട്ട് നടന്നു പോയിട്ട് മറ്റ് പല രീതിയിലും പല വിഷയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ വ്രണപ്പെടുത്തുമെന്നുള്ളത് കൊണ്ടും നിങ്ങൾക്ക് എപ്പോഴും ബാലൻസ് കീപ്പ് ചെയ്യണം. ഒരാൾ കൊന്തയിട്ട് നിൽക്കണം, ഒരാൾ മറ്റേ നിസ്കാരത്തൊപ്പിയിട്ട് നിൽക്കണം, ഒരാൾക്ക് ശബരിമലയിലെ മാലയിട്ട് നിൽക്കണം. നിങ്ങൾക്ക് ഈ പറയുന്ന ലോ ക്ലാസ് അപ്പീസ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. ഭാരതത്തിനെ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇപ്പൊ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനകത്ത് അപ്രീസിയേഷൻ നരേന്ദ്രമോദി ഗവൺമെന്റിന് കിട്ടുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള വിരളി പിടിച്ചിട്ടുള്ള ബഹളം മാത്രമാണ് മല്ലികാർജുൻ ഖാർഗെയുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്. അതിന് മരുന്നില്ല സാർ. യെസ് വ്യക്തമായെന്ന് തോന്നുന്നു അഡ്വക്കേറ്റ് സേനാപതി വേണുവിന്. നുസ്രത് ജഹാൻ, രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് സോമനാഥ ക്ഷേത്രത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് നെഹ്റു. ആ നെഹ്റുവിൻ്റെ പിന്മുറക്കാരാണ് ഇപ്പോൾ കുംഭമേളയുടെ പിതൃത്വം ഏറ്റെടുത്ത രംഗത്ത് വന്നിരിക്കുന്നത്. അതെ, രാമജന്മ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണിച്ചില്ലായിരുന്നോ ഇന്ദിരാഗാന്ധിനെയും ഖാർഗെനെയൊക്കെ? അത് എന്തുകൊണ്ട് അതൊരു രാഷ്ട്രീയമാക്കി എടുത്ത് ഇവര് പൊളിറ്റിക്കലായിട്ട് എടുക്കുന്ന എന്തുകൊണ്ട്? അത് ഈ രാജ്യത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ അല്ലേ? രാജ്യത്തിന്റെ ഇപ്പൊ പറഞ്ഞ പോലെ രാജ്യത്തിന്റെ ഒരു സ്പിരിച്വൽ കൺട്രി എന്നുള്ള പോലെയല്ലേ ഭാരതത്തിനെ എന്നും എക്കാലത്തും വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു സ്പിരിച്വൽ ഒരു സംഗതിക്ക് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പോയാൽ എന്താ? രാഹുൽ ഗാന്ധി 5000 പേര് മാത്രം പങ്കെടുത്ത ആ ഒരു പ്രാണപ്രതിഷ്ഠ ദിനത്തിൽ അവിടെ എത്തിയിരുന്നെങ്കിൽ മൊത്തം മാറൂലായിരുന്നോ? അത് ചെയ്യാൻ അവർക്ക് കഴിയില്ല. അത് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, മനുഷ്യന്റെ ആ സോളിന് അനുവദിക്കണം. അതൊക്കെ ജന്മാന്തരങ്ങളായി കിട്ടേണ്ട ഒരു കഴിവാണ്. അല്ലാതെ ഇന്നും നാളെ ഇവിടെ ഓടിക്കളിച്ചിട്ടും രാജ്യം കിട്ടണം എന്ന് വിചാരിച്ചാലൊന്നും ആ സോളൊന്നും ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനൊക്കെ കുറച്ച് പണിയുണ്ട്. അതൊന്നും അവർക്ക് സാധിക്കില്ല. കാരണം നെഹ്റുവിന്റെ മുമ്പേ ചെയ്തു വെച്ച അച്ഛകാലത്ത് തൊട്ടിട്ട് ഈ ഭാരതത്തിനെ എങ്ങനെ അവര് പറയണ്ടല്ലോ, കോൺഗ്രസ് ഉണ്ടായിട്ട് സ്വാതന്ത്ര്യം, എങ്ങനെ രാജ്യത്തെ അവർക്ക് കച്ചവടമാക്കി ഏറ്റെടുക്കാന്നുള്ള ഒരു അജണ്ട ആയിരുന്നില്ലേ? എന്തായാലും രാജ്യം വിഭജിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുത്ത നമ്മളാരും അല്ലല്ലോ, ഒരു BJP കാരനോ അല്ലെങ്കിൽ ഒരു ഹിന്ദു അല്ലല്ലോ.
ഇവരെന്നെയല്ല ചെയ്ത്, കോൺഗ്രസ്സുകാരനല്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുക്കണ്ടേ? അത് മാത്രമേ നോ പറയൂ. ക്ലെമന്റ് ആറ്റ്ലി തന്നെ പറഞ്ഞിട്ടുണ്ട്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഉള്ളത് കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന്. സുഭാഷ് ചന്ദ്രബോസ് എവിടെ പോയി? ഇടപെടൽ കൊണ്ട് അതിന് മാത്രമാണ് ഉത്തരം സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെയാണ് ക്രെഡിറ്റ് പലരെ അടിച്ചുകൊണ്ട് പോയത്. പക്ഷെ അയാൾ എവിടെ പോയി? അതിന് ഉത്തരം അവർക്ക് പറയാൻ പറ്റുമോ? നെഹ്റുവിന് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? നെഹ്റുവിന്റെ ഏതെങ്കിലും വേരിലൊട്ടിയവരടുത്ത് പറയട്ടെ അത്. നേതാജി എവിടെ? നേതാജിനെ കാണാൻ പോയ പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി എവിടെ? ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് എന്ത് പറ്റി? ടാഷ്കന്റ് കരാറ് സൈൻ ചെയ്തപ്പോ അന്ന് അദ്ദേഹത്തിന് എന്താ പറ്റിയേ? അതിന് ഇവർക്ക് ഉത്തരം പറഞ്ഞോ? ഒരു രാഷ്ട്രത്തിന്റെ, ഇദ്ദേഹം മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി അന്യദേശത്ത് വെച്ച് മരിക്കുമ്പോ അവിടെയില്ല പോസ്റ്റ്മോർട്ടം, ഇവിടെയില്ല പോസ്റ്റ്മോർട്ടം. അദ്ദേഹത്തിന്റെ അമ്മ കരഞ്ഞു പറഞ്ഞിട്ട് പോലും അന്ന് ആ പ്രധാനമന്ത്രിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറാവാത്ത ഇന്ദിരാഗാന്ധി കൂട്ടരാണോ രാജ്യത്തെ പിന്നെ വീരസേനാനികളെ നിശ്ചയിക്കുന്നത്? സ്വാതന്ത്ര്യ ദിനത്തിൽ ഇതാണ് ചെയ്ത് മറ്റേ. അപ്പൊ ഒരു സ്വാതന്ത്ര്യ ഒരു പ്രധാനമന്ത്രിക്ക് പോലും അവരുടെ ആശയത്തിനൊത്തല്ലാത്തവരെ അവര് നിലനിർത്തിയില്ല. ജയ് കിസാൻ ജയ് ജവാൻ എന്ന് പറഞ്ഞത് ആദ്യം അദ്ദേഹമായിരുന്നു. ഇവരൊന്നല്ല പിന്നെ ഫാർമേഴ്സിനെ ഇത്ര അധികം സ്നേഹിച്ചിരുന്നത്. അപ്പൊ അതേപോലെ രാജ്യത്തെ ഓരോ സാധാരണക്കാരനും വേണ്ടപ്പെട്ട ഒരു പ്രധാനമന്ത്രി ആയിരുന്നില്ലേ? അദ്ദേഹത്തിനെ കൊല്ലാൻ കൂടിക്കൊടുത്ത ആളൊക്കെ എന്താ സംഭവിച്ചത്? രാഷ്ട്രപതി ഭവനിൽ ജോലിയാണ് 3 മാസം കൊണ്ട്. ആ താഷ്കന്റ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത പാല് കൊണ്ടു കൊടുത്ത ആൾക്ക് രാഷ്ട്രപതി ഭവനിൽ ജോലി കൊടുക്കുക ഇന്ദിരാഗാന്ധി ഇന്ത്യന്റെ പ്രധാനമന്ത്രിയായി. നമ്മളെ നാട്ടിലുള്ള ആർക്കും ഒന്നും അറിയില്ല. നമ്മൾ പഠിക്കാത്ത പുസ്തകത്തില് കുറെ വായിക്കുകയും അന്വേഷിക്കുകയും ചെയ്യണം. അപ്പൊ ഇതേപോലെ എല്ലാത്തിനും മറച്ചു വെച്ച് സ്വാതന്ത്ര്യത്തില് എന്താ സംഭവിച്ചെന്ന് മറച്ചു വെച്ച് നമുക്ക് എല്ലാം തന്നത് ഇവരാണ് മുസ്ലിങ്ങളെ സംരക്ഷിക്കണം. മുസ്ലിങ്ങളെ സംരക്ഷിച്ചതാണ് ഇവര് പാകിസ്ഥാൻ വീതിച്ചു കൊടുത്തത്. മുസ്ലിങ്ങൾക്ക് പിന്നെയും സംരക്ഷണം, മൈനോറിറ്റി പറഞ്ഞ് സംരക്ഷണം നിന്ന് കഴിഞ്ഞ കൊല്ലം വരെ ഹജ്ജിന് സബ്സിഡി കൊടുത്തില്ലേ? കുംഭമേളയ്ക്ക് പോണ ഏതെങ്കിലും സ്വാമിക്ക് സബ്സിഡി ഉണ്ടോ? അവിടെ അദാനി അംബാനിയാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇവര് പറഞ്ഞ അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടിണി കിടക്കേണ്ടി വരും ബാത്റൂമില്. പട്ടിണി കിടക്കുന്ന സന്യാസിമാർ അവിടെ ഉണ്ട്. 2-3 ദിവസമൊക്കെ ഈ തിരക്കിന്റെ ഇടയിൽ അവർക്കൊന്നും അവർക്ക് വ്രതത്തിലിരിക്കുന്നവരുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കല്ലാത്ത എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇവര് കളിയാക്കുന്ന അംബാനി അഡാനി അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആരും അവിടെ പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട. വൃത്തിയുള്ള ഒരു ഗംഗനി സരസ്വതിനി യമുനനിയാണ് അവിടെ കാണുന്നത്. ഇപ്പൊ ക്ഷിപ്ര നദിയിൽ പോയാലും അവിടെയും കാണുന്നത്. അപ്പൊ ഈ ഒരു പൊട്ടൻഷ്യൽ ഇന്ത്യ ഒരു സ്പിരിച്വൽ ലാൻഡ് ആണെന്നുള്ളത് മറച്ചു വെച്ചോണ്ടായിരുന്നു കോൺഗ്രസ് ഇവിടെ ആധുനിക രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോയത്. ഇതാണ് വലുത്, ഇതാണ് വലുത്. ഗംഗാനദിയെ ശുചീകരിച്ചത് തന്നെ ഈ നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷം ആണല്ലോ. ഗംഗയുടെ അവസ്ഥ എന്തായിരുന്നു? അതെ, ഗംഗയുടെ അവസ്ഥ ഗംഗയുടെ അവസ്ഥ എന്താ? ഇവരെന്നെ പോയി കുളിക്കട്ടെ. വകുപ്പ് തന്നെ രൂപീകരിച്ചല്ലോ. അല്ല, ഒരു മന്ത്രിയുണ്ട്, പുഴയ്ക്ക് വേണ്ടി മന്ത്രിയുണ്ട്. എവിടെയുള്ളത്? യുപിയിലും മധ്യപ്രദേശിലൊക്കെ ഉള്ളു. പിന്നെ ഈ ഒരു സർക്കാർ ആ ലെവലില് വർക്ക് ചെയ്യുമ്പോ ഒരു സ്പിരിച്വൽ ലാൻഡിനെ സ്പിരിച്വൽ ലാൻഡാക്കി കൊണ്ടുവരുമ്പോ എന്തെങ്കിലുമൊക്കെ കളിയാക്കി പറയാന്നുള്ള ഒരു കാര്യം മാത്രമേ ഇവിടെ തലയിൽ ഉദിക്കുള്ളൂ. പിന്നെ മഹാഭാരത യുദ്ധമാണ് ഇവിടെ നടക്കുന്നതെന്ന് പണ്ടങ്ങാനും രാഹുൽ ഗാന്ധി പറയുന്നത്. അതും ശരിയാ. കാരണം നമ്മളെ കൊണ്ട് ഈ BJPനെ കൊണ്ട് ഇവര് തന്നെയാണ് വർത്താനം പറയിപ്പിക്കണോ കല്ലെടുപ്പിക്കണോ. കാരണം ഭീഷ്മാചാര്യര് ശരശയ്യയില് കിടക്കുമ്പോ കൃഷ്ണനോട് ചോദിക്കണ ഒരു ചോദ്യമുണ്ട്. അല്ലയോ ഭഗവാൻ കൃഷ്ണൻ ചോദിക്കണ അവിടെ കിടക്കുമ്പോ, നിങ്ങളെ ഞാൻ പിന്നെ ആയുധം എടുക്കൂല ഈ യുദ്ധത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണൻ. ആ കൃഷ്ണനോട് ഭീഷ്മര് പറയണത് ഞാൻ നിന്നെ ആയുധം എടുപ്പിക്കൂ. പക്ഷെ അവിടെ വന്ന് ശരശയ്യയിൽ കിടക്കുമ്പോൾ ചിരിച്ചോണ്ട് അതെന്നെ തിരിച്ച് ഈ ഭീഷ്മ പിതാവന്നെ ഭഗവാൻ കൃഷ്ണനോട് പറയുന്ന ഒരു രംഗം നമ്മൾ ഭഗവത്ഗീത വായിക്കും. കാരണം എടുപ്പിച്ചത് ആർക്കാണോ അത് പറ്റിയത്, അതാണ് ഇന്നിപ്പോ മഹാഭാരത യുദ്ധം തന്നെയാ. ഇവരെന്നെ ഇങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങളുടെ കൊട്ടാരങ്ങോട്ട് പണിത് വിടും. അപ്പൊ നമ്മൾ തിരിച്ചങ്ങോട്ട് കൊടുക്കും. ആ മഹാഭാരത യുദ്ധത്തിന്റെ ഓരോ സീനുകളും ഓരോ സംഗതിയിലും നമുക്ക് കാണാൻ പറ്റും, അത് വായിച്ചവരുണ്ടെങ്കിൽ. അപ്പൊ ഇതൊക്കെ ഇവര് പറയണത് ഇവരെന്നെ മണ്ടത്തരം പറയും, ഇവരെന്നെ ചെയ്യൂ, നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് പറയും ഇവര് ജാതിയാണ് വർഗമാണ്. പിന്നെ സ്റ്റീവ് ജോബ്സിന്റെ വൈഫ് ആപ്പിൾ ഫോണ് ഇറങ്ങണം നോക്കി, ലോകം ഉറ്റുനോക്കി നിൽക്കണ ആപ്പിൾ ഫോൺ ഇറങ്ങണം നോക്കി അത് ഉത്പാദിപ്പിക്കണ സ്റ്റീവ് ജോബിന്റെ വൈഫാണ് കുംഭമേളയിൽ വന്നത്. അപ്പൊ അത്രക്ക് റീച്ചാണ്. നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ ഭാരതം എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അന്ന് ശങ്കരാചാര്യര് പറഞ്ഞതു പിന്നെ
വിവേകാനന്ദ സ്വാമി പറഞ്ഞൊക്കെ ഭാരതം ഇന്നാണ് ഇവിടെ ഉണ്ടായത്. 68 വർഷത്തിന്റെ ഈ കാലത്ത് ഉണ്ടായില്ല. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. പിന്നെ പുരാണങ്ങളും ഈ വേദങ്ങളിൽ നിന്നൊക്കെ ഉള്ള സംഗതികള് ഇന്നിപ്പോ അവിടെയുള്ള കച്ചവടക്കാരിലും ആൾക്കാരിലും പല സംഗതികൾ വരുന്നുണ്ട്. ഇവര് കളിയാക്കുന്ന പോലെയൊന്നുമല്ല. പല പല സംഗതികൾ നമുക്ക് ഈ ലോകത്തിന് ഭാരതത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള നാനാ ഭാഗത്തുനിന്ന് ആൾക്കാരെടുത്ത് കച്ചവടക്കാരും അതുപോലെയുള്ള പിന്നെ ട്രഡീഷന്റെ പിന്നെ ഡാൻസ് അങ്ങനത്തെ കലാരൂപങ്ങളും എല്ലാവരും ഭാരതത്തിലെ സന്യാസിമാര് ഇത്രയും ലക്ഷം ഭടന്മാര് സന്യാസിമാരായിരുന്നു കുറെ പേരുള്ള ഭാരതത്തിന് മുഗളന്മാരെ കാലത്ത് എന്നുള്ള. ഇപ്പൊ ഒരു തെറ്റിദ്ധാരണയും കൂടെ കേരളത്തിലെ ആൾക്കാരുണ്ട്. സന്യാസിമാര് കർസേവ നടത്തിയിട്ട് രാമക്ഷേത്രം പൊളിച്ചു. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഈ കർസേവകര് പറയണ ഈ ജൂണ അഗാഡ സന്യാസിമാര് അവരുടെ കൂട്ടത്തിലെ നാഗസന്യാസിമാരാണ് ആയുധമെടുത്ത് യുദ്ധം ചെയ്യുന്നത്. അത് നൂറ്റാണ്ടുകളായിട്ട് പോരുന്ന സന്യാസിമാരാ. അത് ഈ മുഗളന്മാര് വന്നപ്പോ അന്ന് ഇവിടെ ബ്രിട്ടീഷ് പട്ടാളോ പിന്നെ അല്ലെങ്കിൽ ഇന്ത്യന്റെ പട്ടാളോ നമ്മളെ കോൺഗ്രസ്സുകാരോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരാളും അടി കൂടാനോ ടിവിയിൽ ഡിബേറ്റ് ചെയ്യാൻ നമ്മളും ആരും ഉണ്ടായില്ല. അന്ന് ഈ സന്യാസിമാരാണ് അതിനൊക്കെ എതിരെ യുദ്ധം ചെയ്തതു. രാമക്ഷേത്രത്തിന്റെ കഥകൾ അറിയണോ? സന്യാസിമാരെ ജീവൻ 4 ലക്ഷത്തിലധികം സന്യാസിമാരവിടെ മരിച്ച ആരും ചോദിക്കുന്നില്ല. കാരണം അവിടെ ഒരു ക്ഷേത്രം പൊളിച്ചിട്ടാണ് പള്ളി പണിതത്. ആ കാലം തൊട്ട് പോണ 500 വർഷം കിട്ടി അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പൊ ഇതുപോലെ തന്നെ പിന്നെ നമ്മളെ പള്ളി പൊളിച്ച് അമ്പലം ഉണ്ടാക്കിയെന്നായി. അപ്പൊ എല്ലാം തിരിച്ചിങ്ങോട്ട് കൊത്തണ ഒരു സ്വഭാവം. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവർ ഇപ്പൊ ഈ പറയുന്നതിനുള്ളതും. അതുകൊണ്ട് ഇവരെ ഈ പിന്നെ സനാതന ധർമ്മം എന്ന് പറഞ്ഞ് അതിനെ കളിയാക്കിയിട്ട് ഒരു കാര്യമില്ല. ലോക സനാതന ധർമ്മത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതാണ് ഇന്നിപ്പോ പ്രയാഗ്രാജിൽ കാണുന്നത്. അതാണ് ഉൾക്കൊള്ളാൻ പറ്റാത്തത്, അതാണ് അംഗീകരിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഖാർഗെയെ പോലുള്ളവർക്ക് വിരളി പിടിക്കുന്നത്. യെസ് നടേശൻ സാർ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയം ആയിരിക്കുന്നു. ഇവർക്ക് ഇപ്പോൾ പുസ്തകം വായിക്കേണ്ട, അനുഭവത്തിൽ നിന്നെങ്കിലും ഒരു ബോധ്യം, റിയലൈസേഷൻ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അല്ല, അവർക്കത് സാധ്യമല്ല. കാരണം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇവർ ഒരു ആത്മവഞ്ചന ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അറ്റാക്കാണെന്ന് തന്നെ വിചാരിച്ചോളൂ. 82 വയസ്സുള്ള അദ്ദേഹം പറഞ്ഞത് എന്താണ് മോദി അമിത്ഷായും പാപികളാണ്, അവർ നരകത്തിൽ പോകും. ഇത് ഒരു 50 വർഷത്തിന് മുമ്പുള്ള നാട്ടിൻപുറത്തെ വിവരമില്ലാത്ത ചില ആളുകൾ ആണ് പറഞ്ഞു. ഇന്നത്തെ നാട്ടിൻപുറത്തുള്ള ആൾ ആരും പറയില്ല ഇങ്ങനെയൊക്കെയാണോ ഉത്തരവാദിത്തമുള്ള ഒരു നേതാക്കന്മാർ പറയേണ്ടത്? ഈ ഭാരതത്തിൽ ജന്മം എടുത്ത ഒരാള്, സാധാരണ നമ്മൾ പഞ്ചസൗഭാഗ്യങ്ങൾ എന്നാണ് പറയുന്നത്. അതിലൊന്ന് ഹിമാലയ ദർശനവും 2 ഗംഗാ സ്നാനവുമാണ്. അവിടെ പോകാൻ സാധിച്ചില്ലെങ്കിലും അതിനെ അധിക്ഷേപിക്കേണ്ടി വരിക എന്നതാണ് ആത്മവഞ്ചന എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എനിക്കറിയാം ഖാർഗെയെ പോലുള്ള ഒരു മനുഷ്യനെ ഒരിക്കലും അങ്ങനെ പറയാൻ സാധ്യമല്ല. പക്ഷെ അങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതാണ് കോൺഗ്രസിന്റെ ഒരു അപജയം. ഇപ്പോൾ അഡ്വക്കേറ്റ് സേനാപതി പറഞ്ഞല്ലോ ഇങ്ങനെ ഞങ്ങൾ ആക്ഷേപിച്ചില്ല എന്നൊക്കെ. അത് അദ്ദേഹത്തിന്റെ മാന്യതയും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സനാതന ധർമ്മബോധവും മാത്രമാണ്. മറിച്ച് കോൺഗ്രസിന് അങ്ങനെ ഒരു വിചാരം ഇല്ല. ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ ഒരു 4 നേതാക്കന്മാര് വളരെ ഭക്തിയോടുകൂടി അവിടെ പോയി ഒന്ന് സ്നാനം ചെയ്യട്ടെ, അല്ലെങ്കിൽ മാഡം പറഞ്ഞതുപോലെ അയോധ്യ ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുതിട്ട് വരട്ടെ. ഇവിടെ മലയൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അത് ചെയ്യണമെന്നുള്ളതാണ്. അത് ചെയ്യാൻ സാധ്യമല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ വലിയ ചരിത്രത്തെക്കുറിച്ച്. ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കോൺഗ്രസ് പാരമ്പര്യമുണ്ട്. ആ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തിലകനും അരവിന്ദ ഘോഷും VVS അയ്യരും അത് സുഭാഷ് ചന്ദ്രബോസും പ്രതിനിധാനം ചെയ്യുന്ന ദേശീയ ബോധമുള്ളതായ ഒരു കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിനെ വഞ്ചിച്ച ഒരു നേതൃത്വമാണ് പിന്നീട് അതിനെ ഹൈജാക്ക് ചെയ്തത്. അവരാണ് വിദേശികൾക്ക് അടിയറവ് വെച്ചിട്ടുള്ളത്. ഇന്നത്തെ കോൺഗ്രസും ആ കോൺഗ്രസും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇന്നത്തെ കോൺഗ്രസിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഏയോ ഹ്യൂമ് വിതച്ച വിത്തുമായിട്ട് മാത്രമാണ് ബന്ധമുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിനെ ഈ ജനങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞ ദേശീയവാദികളായിട്ടുള്ള കോൺഗ്രസിന് മാത്രമാണ്. ഇനി ഞാൻ നേരത്തെ ഒരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ
ഗാന്ധിജിക്ക് ശേഷമുള്ള ഇന്ത്യ, തീർച്ചയായിട്ടും ഞാനത് വായിക്കാം. പക്ഷേ അതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനിവിടെ ഇരിക്കുന്നത് BJPയുടെ വക്താവായിട്ടല്ല. BJPയുടെ വക്താവായിട്ട് ശ്രീ യുവരാജ് ഗോകുലുണ്ട്. ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം പറയുകയാണ്. ഈ ശശി തരൂർ എഴുതിയിട്ടുള്ള ഹിന്ദു മാർഗം എന്ന പുസ്തകത്തിൽ മുസ്ലിം അധിനിവേശത്തിന്റെ ആഘാതം എന്ന് പറയുന്ന ഒരു ലെസൺ ഉണ്ട്. ആവർത്തിച്ചുള്ള ക്ഷേത്രക്കൊള്ളയും നശീകരണവും ഗുജറാത്ത് തീരത്തെ സോമനാഥം മുതൽ മധുര വരെ ഹിന്ദുക്കൾക്കും അവരുടെ മതത്തിനും നേരെ ഇവർ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ഇത് കോൺഗ്രസ്സുകാരും മറ്റുള്ള ആളുകളും വായിക്കാത്തത് കൊണ്ട് ശശി തരൂർ കോൺഗ്രസ്സിന് നിൽക്കുന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്, ഒരു 4 സ്ഥലത്ത് പരസ്യമായി ഇതൊന്നൊരു ചർച്ചക്കെടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ഈ പറഞ്ഞ ശശി തരൂരിന് നിൽക്കാൻ സാധ്യമല്ല. കാരണം അദ്ദേഹം ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുപോയി, അത് എഴുതി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരു തരത്തിലും കോൺഗ്രസ്സിനെ ഒരു ദേശീയ ബോധമുള്ള ഒരു പ്രസ്ഥാനമായി മാറാൻ സാധിക്കാത്ത തരത്തിൽ അവർ അടിയറവ് പറഞ്ഞു വെച്ചിരിക്കുന്നു. കാരണം നിരന്തരമായ, 1-2 അല്ല, നിരന്തരമായി സനാതനധർമ്മത്തെ, രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന, ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം ഇന്ന് പുറത്തായിട്ടുണ്ട്. നേതാജിയുടെ കാര്യം തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ രാജ്യവിരുദ്ധമാണ്, ധർമ്മവിരുദ്ധമാണ്, അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യ വിരുദ്ധമാണ്. അത് ചെയ്ത് ഇന്ന് ഭീകരവാദികളുടെ കയ്യിലാണ് ഇവരുടെ കഴുത്ത് മുഴുവൻ ഇരിക്കുന്നത്. അതിൽ നിന്ന് എടുത്ത് ഊരിപ്പോരാൻ ഒരു കോൺഗ്രസ് നേതാവിനും സാധ്യമല്ല എന്നുള്ളതാണ്. സേനാപതി അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലതയ്ക്കും സനാതനധർമ്മത്തോടുള്ള ബഹുമാനത്തിന് ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യണം. പക്ഷേ കോൺഗ്രസിന്റെ ഒരു തലമുതിർന്ന നേതാവിന്, ദേശീയ നേതൃത്വത്തിലുള്ള ഒരാൾക്ക് അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും കോടിക്കണക്കിന് ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഇതിനെ റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. അവർ പോയി കുളിക്കുക, അമ്പലത്തിൽ പോയി തൊഴുവൊന്നും വേണ്ട. ഇതിനെ റെസ്പെക്ട് ചെയ്യണം, ഇതിനെ അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. ഇത് മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള അധ്യാപകർക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, യുവരാജ്, ഒറ്റ കാര്യം എനിക്ക് തോന്നുന്നു, ഇതിലും നല്ലത് അല്ലേ കോൺഗ്രസ് പിരിച്ചു വിട്ട് ഒന്നുകിൽ മുസ്ലിം ലീഗിൽ ലയിക്കുന്നതായിരിക്കും. സമയമില്ല. അഡ്വക്കേറ്റ് സേനാപതി വേണം. നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിലും ഇത് ചർച്ച ചെയ്യണം. ഖാർഗെയെ പോലുള്ള ഒരു നേതാവിനെ കൊണ്ട്, അതും മുസ്ലിങ്ങളുടെ കയ്യടി വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ വേണ്ടി മഹാകുംഭമേളയെ ഇകഴ്ത്തി പറയാൻ ഖാർഗെയെ പോലുള്ള ഒരു നേതാവിനെ തിരഞ്ഞെടുത്തത് വളരെ മോശമായിപ്പോയി. അദ്ദേഹം പറയാൻ നിർബന്ധിതൻ ആവുകയായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.